രണ്ട് കൊരിന്ത്യർ ലേഖനം ആമേ സ്തോത്രം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആമേൻ. വചനം ആമേ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഞാൻ ആമേ സ്തോത്രം നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. അടുത്തത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഞാൻ ക്രിസ്തുവെന്ന ഏക, ഒരുപാട് ക്രിസ്തുക്കൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൗലോസ് അവിടെ എടുത്തു പറയുന്നത് ക്രിസ്തു വന്ന ഒരു പുരുഷനേ ഉള്ളൂ, അന്ന് ക്രിസ്തു വന്ന ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ഒരുപാട് ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പേരെടുത്ത്, എൻ്റെ നാമം എടുത്തുകൊണ്ട് അനവധി വ്യക്തിത്വങ്ങൾ കടന്നു വരും. അതുകൊണ്ട് പറഞ്ഞത് ഏക പുരുഷന് നിർമ്മല കന്യകയായി. ആമേ സ്തോത്രം. ആരെ ഒന്ന് ഈ വാക്യം ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ നിർമ്മല കന്യകമാരാണോ? നിർമ്മല കന്യകമാരാണോ? ആമേ സ്തോത്രം. കുടുംബജീവിതത്തിൻ്റെ, വിവാഹ ജീവിതത്തിൻ്റെ അനുഭവത്തിലല്ല ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നാമനിമിത്തമുള്ള നിർമ്മലതയെക്കുറിച്ചാണ്. ആണോ? ആമേ സ്തോത്രം. ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. മനസ്സമ്മതം, എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. ആരുടെ ഒന്ന് പറഞ്ഞേ. സ്തോത്രം. എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക, എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. ആരാണ് നടത്തിയിരിക്കുന്നത്? ആരുമായിട്ടാണ് നടത്തിയിരിക്കുന്നത്? യേശുവുമായിട്ട്. ആരാ നടത്തിയിരിക്കുന്നത്? ആമേ സ്തോത്രം. ആമേ നമ്മുടെ ഇടയിലുള്ള പരിശുദ്ധാത്മാവാകുന്ന ദൈവം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിന്റെ ആമേ വിരലുകളിലൂടെ എഴുതി വെച്ചു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം, എൻഗേജ്മെന്റ് കഴിച്ചു വെച്ചിരിക്കുക. കല്യാണമെന്ന ആമേ കാന്തൻ വരും. യഹൂദന്മാരുടെ വിവാഹ ആചാരത്തിന്റെ അനുഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അന്ന് ആമേ സ്തോത്രം വിവാഹം ഉറപ്പിച്ചു പോയി കഴിഞ്ഞാൽ മണവാളൻ വരുന്നൊരു വരവുണ്ട്. ആമേ സ്തോത്രം. ദൂരെ നിന്ന് തന്നെ കേൾക്കാനിടയായിത്തീരും മണവാളൻ വരുന്നതിൻ്റെ ആർപ്പുവിളികളും ശബ്ദങ്ങളുമെല്ലാം. അപ്പോൾ ഇവിടെ ആമേ കാന്തയാകുന്ന മണവാട്ടി തന്നെത്താൻ അലങ്കരിച്ച്, തന്നെത്താൻ ഒരുങ്ങി ആമേ മുന്നോട്ട് പോകണമെന്ന് ആമേ സ്തോത്രം അവിടെ ആമേ സ്തോത്രം യഹൂദന്മാരുടെ ആചാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതുപോലെ നമ്മളും ഒരുങ്ങണം പ്രിയ മക്കളെ. പക്ഷേ അടുത്ത വാക്യമാണ് ആമേ നമ്മളെ ചിന്തിപ്പിക്കുന്ന വാക്യം. ആമേൻ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഈ കാലഘട്ടം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വഷളായി പോകാൻ ചാൻസ് ഉണ്ട്. എത്ര ശതമാനം? 99%, 99% ആമേ വഷളായി പോകാൻ ചാൻസ് ഉണ്ട്. ആമേ സ്വതം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ, പൗലോസാകുന്ന ഞാൻ, ഭയപ്പെടുകയാണ്. അങ്ങനെ ഒന്ന് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് എഴുതുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ആധുനിക ടെക്നോളജികളൊന്നും നമ്മുടെ കൈവശം വരുന്നതിന് മുമ്പ്, ആമേ പോക്കറ്റിൽ കിടക്കുന്ന ഈ പാപം നമ്മുടെ കയ്യിലില്ലാത്തതിന് മുമ്പ് ഈ വാക്യം എഴുതി വെച്ചിരിക്കുന്നത്. ആമേ നിർമ്മലതയും ആമേ സ്തോത്രം ഏകാഗ്രതയും വിട്ട് ആമേ നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ എന്ത് ചെയ്യുക? ഭയപ്പെടുകയാണ്. ആമേ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ആമേ ഇരിക്കണം. 1 മണിക്കൂറും 15 മിനിറ്റേ ഉള്ളൂ. എത്രയുണ്ട്?
1 മണിക്കൂറും 15 മിനിറ്റേ ഉള്ളൂ. ശ്രദ്ധിച്ചിരിക്കോ? ക്യാമറ തിരിക്കണോ? വേണ്ട. ആമേ, ക്യാമറ തിരിപ്പിക്കരുത്. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം പ്രിയമക്കളെ. ഇനിയുള്ള കാര്യം നിങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമേറിയ അനുഭവത്തെക്കുറിച്ച് പറയാൻ പോകുന്നത്. ആമേ, പുതിയ നിയമത്തിൽ 2 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ കുറിച്ചു വെച്ചു. ആമേ, സ്തോത്രം, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ആമേ, കണ്ണ് അടച്ചിരിക്കുന്ന ആമേ കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ ഒന്ന് നോക്കിയേ, കണ്ണൊന്ന് തുറന്നേ. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ആമേ, സ്തോത്രം, ഹല്ലേലൂയ. കണ്ണടക്കരുത് കേട്ടോ. ആമേ, കണ്ണടച്ചിരിക്കുമ്പോൾ എൻ്റെ ചിന്ത നിങ്ങൾ ഉറങ്ങുകയാണെന്ന. ആമേ, സ്തോത്രം. ആമേ, നിങ്ങൾ ഒരുപക്ഷെ ഈ വചനം കേട്ട് അതിൻ്റെതായ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ധ്യാനിക്കേണ്ട, ധ്യാനിക്കാനുള്ള സമയം തന്നിട്ട് വിടത്തുള്ളൂ. ആമേ, സ്തോത്രം. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ആമേ, നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ആമേ പൗലോസ് ചിന്തിക്കുകയാ. സർപ്പം ഹവ്വായെ ഉപായമായിട്ടായിരിക്കും പിശാച് വരുന്നത്. പീരങ്കിയായിട്ടായിരിക്കത്തില്ല, മിസൈലായിട്ടായിരിക്കത്തില്ല. ആമേ, സ്തോത്രം. വലിയൊരു ആയുധമായിട്ടായിരിക്കത്തില്ല വരുന്നത്. അവന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഉപായം. ആമേ, തന്ത്രം, ചതി. ഇതൊക്കെ സാത്താന്റെ ഏറ്റവും വലിയ വജ്രായുധങ്ങളാണ്. ആമേ, സ്തോത്രം. മനസ്സിലാകത്തില്ല നമുക്ക്. ഇവിടെ ശ്രദ്ധിക്കണം. ആമേ, സ്തോത്രം. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ആമേ, നിത്യതയിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലെ, നിന്നെ പിശാച് പിടിക്കുന്നത് ആമേ, സ്വന്തം ഉപായത്താലായിരിക്കും. ഇവളെ പിടിച്ചത് വളരെ രസകരമായ സംഭവമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്വർഗത്തിലെ ദൈവം ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. അവിടെ തൻ്റെ ആമേശ്വതം സ്വരൂപത്തിലും ഛായയിലും മണ്ണുകൊണ്ട് കരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ, അവന്റെ പേര് ആദം, അവനെ ആ തോട്ടത്തിൽ കൊണ്ടുപോയി ദൈവമാക്കുകയാണ്. ഇവനോട് ചില കൽപ്പനകളും ആമേ സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നു. ആമേ, തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ആമേശ്വതം ഫലങ്ങൾ നിനക്ക് കഴിക്കാം, എന്നാൽ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ കഴിവുള്ള ഈ വൃക്ഷഫലം നീ എന്ത് ചെയ്യരുത്? കഴിക്കരുത്. ഇതാണ് അവിടെ കാണാൻ സാധിക്കുന്ന ആമേ ഏറ്റവും പരമപ്രധാനമായ വാക്യം. 15-ാം വാക്യം, 2-ാം അധ്യായം 15-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. സകല വൃക്ഷങ്ങളുടെ ഫലവും ആമേ സ്വതം ആദമേ നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. അടുത്തത്, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. ഇതാരോടെ പറഞ്ഞത്? ഇവിടെ എല്ലാം അതിന്റെ 16-ാം വാക്യം ഒന്നുകൂടി വായിച്ച. 16-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. നിങ്ങൾക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അല്ല, ബഹുവചനമല്ല, ഏകവചനമാണ്. നിനക്ക് തിന്നാം. ആദമേ, ആമേ, സ്തോത്രം. ഈ ആമേ തോട്ടത്തിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ആമേ, ഏറ്റവും നല്ല ഫലം കായ്ക്കുന്ന പല വൃക്ഷങ്ങളുമുണ്ട്. ഇതിൻ്റെ അകത്തെ വൃക്ഷഫലങ്ങൾ നിനക്ക് ആവശ്യം പോലെ കഴിക്കാം, എല്ലാം കഴിക്കാം. നിങ്ങൾക്കെന്നല്ല പറയുന്നത്, നിനക്ക്. ആമേ എന്നാ പറയുന്നത്, നിനക്ക് കഴിക്കാം. അടുത്തത്, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നല്ല, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആമേ, സ്തോത്രം. യഥാർത്ഥമായ ഓർഡർ കൊടുത്ത സമയത്ത് ഉണ്ടായിരുന്നത് ആദമായിരുന്നു. ആമേ, ആദത്തിനോടാണ് സ്വർഗത്തിലെ ദൈവം കൽപ്പനയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദം വഴിയാണ് ആമേ ഹവ്വയോട് സംസാരിച്ചിരിക്കുന്നത്. ആമേ, സ്തോത്രം. ഞാൻ ആ ഭാഗങ്ങള് ആമേ, സ്തോത്രം, കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒന്ന് നോക്കുമ്പോൾ ആമേ, സ്തോത്രം, കാണാൻ കഴിഞ്ഞത് ഇവര് രണ്ടുപേരും ഉള്ള സമയത്തല്ല സ്വർഗത്തിലെ ദൈവം ഈ കാര്യം സംസാരിച്ചത്. ഇവർ രണ്ടുപേരുള്ള സമയത്തല്ല ദൈവം ഈ കാര്യം സംസാരിച്ചത്. ആമേ, രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് ഒരാളോടാണ് ദൈവം പറഞ്ഞത്. പിന്നത്തേതിൽ ഇവർ രണ്ടുപേരും കൂടി ഉള്ള സമയത്തും ദൈവം ഈ കാര്യം പറഞ്ഞിട്ടില്ല. ആദമാണ് ആരോട് പറഞ്ഞിരിക്കുന്നത്? മാറ്റം വരാം, സംസാരത്തിന് മാറ്റം വരാം. ആമേ, പറഞ്ഞ കാര്യത്തിന് മാറ്റം വരാം. ആമേൻ, സ്തോത്രം. കേട്ടോളാം പ്രതിമക്കളെ, ഒരു കാര്യം നിങ്ങളിൽ രണ്ടുപേര് തമ്മിൽ ഉണ്ടായാൽ, ആമേ, രണ്ടുപേരുടെയും വാമൊഴി നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ ഒരുത്തനെ കുറ്റം വിധിക്കുകയോ ഒരുത്തനെ ന്യായീകരിക്കുകയോ ചെയ്യരുത്. കേട്ടോ, ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ ചതി സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ.
ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ സംഭവിക്കുന്നത് ആദത്തിനോടാണ് സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആമേ, ഈ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ എല്ലാം നിനക്ക് കഴിക്കാം. ആമേ സ്തോത്രം. ആകയാൽ നന്മ തിന്മകളെ ആമേ തിരിച്ചറിവുള്ള ഈ വൃക്ഷ ഫലം നീ എന്ത് ചെയ്യുക, കഴിക്കുക. തിന്നുന്ന നാളിൽ നീ എന്ത് ചെയ്യും? നീ ആമേ സ്തോത്രം എന്ന് പറയുന്നത് നിങ്ങളെന്നല്ല, നീ എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ കാര്യത്തിൽ ഒന്ന് ഉറക്കാൻ വേണ്ടിയാ. ദൈവം യഥാർത്ഥമായ പരമപ്രധാനമായ ലോകത്തെ വിഴുങ്ങിക്കളയുന്ന വലിയൊരു പാപം സംഭവിക്കേണ്ടതായ സാഹചര്യം ആമേ സ്തോത്രം വരുമെന്ന് ആമേ യഥാർത്ഥമായ ഒരു കൽപ്പന കൊടുക്കുന്നത് ആദത്തിനോടായിരുന്നു. ആദം വഴിയായിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ആമേസ്തോത്രം ഹവ്വയ്ക്ക് പകർത്ത് കൊടുക്കുന്നത്. ആമേസ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് ഞങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മുഖം വാടിയെന്നിരിക്കാം, ഹൃദയം ക്ഷീണിച്ചെന്നിരിക്കാം, പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആമേ, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ അറിയാമോ? ആമേ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ അറിയണം, സത്യം അറിയണം, സത്യവചനപ്രകാരം ജീവിക്കണം. ആമേ സ്തോത്രം. ആമേ, പറയേണ്ടത് അങ്ങനെ തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അതിനകത്ത് മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ആമേ, സംഭവിച്ചിട്ട് ഒരു തെറ്റിലേക്ക് അകപ്പെട്ടു പോയാൽ ആമേൻ വില ഞങ്ങൾ കൊടുക്കേണ്ടി വരും. ചിലതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ മുഖം നോക്കുമ്പോഴത്തേക്ക് അറിയാം ഇത് നിങ്ങളുടെ ഉള്ളം കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, ആമേ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ 10 നാൾ കഴിയുമ്പോൾ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി മാറും. ഏറ്റെടുത്താൽ വിടുതല. കേട്ടോ പ്രിയമക്കളെ, ഏറ്റെടുത്താൽ വിടുതല. അപ്പോ ഇവിടെ ഇവനോട് പറയുന്നത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അടുത്തത്, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഈ കൽപ്പന കൊടുത്തതിന് ശേഷമാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ സമഗ്രമായ ഒരു പദ്ധതി വരുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ഇവന്റെ മുമ്പിലൂടെ ദൈവമുണ്ടാക്കിയ സകല ചരാചരങ്ങളെയും കടത്തിവിട്ടുന്ന അടുത്ത വാക്യത്തിൽ പറയുന്ന, ഞാൻ എടുക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ട്, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. എല്ലാ മൃഗങ്ങളെയും എല്ലാ പക്ഷികളെയും ഇവന്റെ മുമ്പിലൂടെ നടത്തി. ആദത്തിന് അതിൽ നിന്ന് തക്കതായി തുണയെ കണ്ട് കിട്ടിയില്ല എന്നാ പറയുന്നത്. ആമീൻ. ഇവൻ ആരെങ്കിലും സെലക്ട് ചെയ്യോ, ഇവനെ ആരെങ്കിലും അതിൽ നിന്ന് തിരഞ്ഞെടുക്കോ എന്ന് സ്വർഗത്തിലെ ദൈവം ഒന്ന് നോക്കി അവന്റെ മുമ്പിലൂടെ. നമുക്ക് ആ വാക്യം കൂടി വായിക്കാം. അല്പസാവകാശത്തിലാണ് പോകുന്നത്. താഴേക്ക് വായിച്ചോ. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുന്നുവെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ഒന്ന് ആലോചിച്ചേ, ഇവനെ അതിന്റെ അകത്ത് നോക്കുന്നുണ്ടായിരുന്നു. ദൈവം സൃഷ്ടിച്ച സകല കാര്യങ്ങൾ ഇവന്റെ കണ്ണിന് മുമ്പിലൂടെ കടന്നു പോയപ്പോ കളർഫുള്ളായിട്ടുള്ള സീബ്ര പോകുന്നുണ്ട്, വെള്ളയും കറുപ്പും ഒക്കെ വരയായിട്ടുള്ള പുള്ളിയുള്ള ആമേശ്വരം, ആമേ പുള്ളിക്കൊത്തും നല്ല കളറുമുള്ള പുള്ളിപ്പുലിയുണ്ട്, മാൻപേടകളുണ്ട്, കലമാനുണ്ട്, കസ്തൂരിമാനുണ്ട്, പലതും ഇവന്റെ കണ്ണിന് മുമ്പിലൂടെ കടന്നു പോകുകയാണ്. ഏറ്റവും നല്ല മൃഗങ്ങള്, ഏറ്റവും ഭംഗിയുള്ളതുങ്ങള്, ആമേ ഒക്കെയും കടന്നുപോയി. പക്ഷേ അവന് അതിൽ നിന്ന് തക്കതായ ഒരു തുണയെ കിട്ടിയില്ല. അവന് അതിൽ നിന്ന് തക്കതായ ഒരു തുണയെ കണ്ടു കിട്ടിയില്ല. ഇന്ന് മൃഗസ്നേഹം കൂടുതലാ പലർക്കും. പ്രൈസലോ. മൃഗങ്ങളുടെ പേരിൽ വരെ വസ്തു വരെ എഴുതി വെക്കുന്ന ആളുകളുണ്ട്. ആമേ സ്തോത്രം. ആമേ മൃഗസ്നേഹം കൂടിയിട്ട് ആമേ മക്കളേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ ഇഷ്ടം ആരോടാ? മൃഗത്തോടാ. ചിലർക്ക് മൃഗസ്നേഹം, ചിലർക്ക് പക്ഷി സ്നേഹം. ആമേ സ്തോത്രം. ഒരിക്കല് വീട് ഞാൻ പറയത്തില്ല, ഒരിക്കലും വീട്ടിൽ ചെന്നപ്പോൾ ആമേ സ്തോത്രം ഇങ്ങനെ, ഞാൻ സൗമ്യയുണ്ട്, അപ്പോൾ ഞങ്ങളോട് പറയുകയാണ്, അവൾക്കിപ്പോൾ എന്തോ വലിയ അവനല്ലേ, അവനിപ്പോൾ ഭയങ്കര പ്രയാസമാണ് ആമേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി ഇവരുടെ വീട്ടിലുള്ള ആരെക്കുറിച്ചോ ആണ് പറയുന്നത്, ഏതൊരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റേ, ആമേ 2 ദിവസമായിട്ട് ആഹാരമൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകയാ. അവസാനം പറഞ്ഞപ്പോഴാണ് ഒരു കോഴീനെ എടുത്തുകൊണ്ട് വന്നിരിക്കുക. ഒരു കോഴിയെ കൊണ്ടുവന്നിട്ട് ഇവനെ വല്ലാത്ത വഴക്കാണിപ്പോ, ആമേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് കോഴിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പനിയാ, ആമേ കോഴിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ സൗമ്യ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ സിസ്റ്ററെ, കോഴിയുടെ ആയുസ് ആമേ സ്തോത്രം ഇത്ര വർഷമുള്ളൂ. ഇത് കഴിയുമ്പോൾ കോഴി എന്ത് ചെയ്യും? കോഴി ചത്തുപോകും. ആമേ, നിങ്ങൾ ഈ കോഴിയിൽ എന്ത് ചെയ്യരുത്? ഹൃദയം കൊടുക്കരുത്. ആമേ സ്തോത്രം. ആശ്രയം വെക്കരുത്. ഇതിനൊക്കെ എല്ലാത്തിനൊരു പരിമിതിയുണ്ട്. ആമേ, പട്ടിയുടെ ആയുസ് എത്രയാ? പട്ടി എത്ര വർഷം വരെ ജീവിക്കും? ആമേ, പട്ടി എത്രത്തോളം വില കൊടുത്ത് മേടിച്ചെന്നാലും പട്ടിയുടെ പേരെന്തെന്നാ? പട്ടിനെ മനുഷ്യനായിട്ട് കൂട്ടോ? ഇല്ല.
പട്ടിക്ക് എത്രത്തോളം ആമെ വില കൊടുത്ത് മേടിച്ചെന്ന് പറഞ്ഞാലും പട്ടിയുടെ പേര് പട്ടി എന്നോ നായ എന്നോ വിളിക്കത്തുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. പക്ഷേ ലോകം പട്ടിയുടെ പേര് പട്ടി എന്നല്ലേ ഇടത്തുള്ളൂ, നായ എന്നല്ലേ ഇടത്തുള്ളൂ. പ്രിയ മക്കളെ, ആമേ സ്തോത്രം. അപ്പോ ആദം കണ്ടുപിടിച്ചില്ല. ആദത്തിന്റെ മുമ്പിലൂടെ കടത്തിവിട്ട ഒന്നിൽ നിന്നും ആദം തക്കതായ ഒരു തുണയെ കണ്ടു കിട്ടിയില്ല എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് സ്വർഗത്തിലെ ദൈവം പറയുന്നത്, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഇതിങ്ങനെ പറയാൻ കാരണം, ഇദ്ദേഹത്തിനാണ് ആമേ സ്തോത്രം കൽപ്പന കൊടുത്തത്. ഇദ്ദേഹമാണ് തക്ക തുണയോട് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചത്. 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇവളോടാണ് ചോദ്യം. യഥാർത്ഥ കൽപ്പന കിട്ടിയിരിക്കുന്നവനെ മാറ്റി നിർത്തിക്കൊണ്ട് ഹവ്വയുടെ അടുക്കൽ കടന്നു വന്ന സാത്താൻ ചോദിക്കാൻ കാരണം, ആമേൻ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ തെറ്റിപ്പോയിരിക്കുന്നവരുടെ അംഗസംഖ്യ കൂടുതൽ നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടെ അഭിഷിക്തന്മാരുടെ കൂടെ നടക്കുന്ന പലരും തെറ്റിയിട്ടുണ്ട്. തെറ്റിയവരുടെ ചരിത്രങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവരെയാണ് പിശാച് നോട്ടമിടുന്നത്. യഥാർത്ഥ കൽപ്പന ലഭിക്കാതെ അല്ലെങ്കിൽ യഥാർത്ഥമായി ഇടപെടൽ അനുഭവിക്കാതെ അവരുടെ കൂടെ നടക്കുന്ന ചിലരൊക്കെ ഉണ്ട്. പകുതി അറിയാം, മുറിവൈദ്യൻ എന്ത് ചെയ്യും? ആമേ സ്തോത്രം. ഈ ഒരു അനുഭവം പകുതി ഉള്ള അവന്റെ അടുക്കൽ ചെല്ലും. ആര് ചെല്ലും? സാത്താൻ ചെല്ലും, തന്ത്രപരമായി ചെല്ലും. സാത്താനും കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവം ഈ കൽപ്പന കൊടുക്കുമ്പോൾ ഇവനും കേട്ടിട്ടുണ്ടാകും. ആദം അത് നന്നായിട്ട് ഗ്രഹിച്ചു മനസ്സിലാക്കി. പക്ഷെ ആദം ഹവ്വയോട് ഷെയർ ചെയ്തപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാകും എന്ന് ഇവൻ മനസ്സിലാക്കിയാണ് ആരുടെ അടുക്കൽ കടന്നു ചെല്ലുന്നത്? ആ ഹവ്വയുടെ. അവിടെ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഹവ്വ ഒരൊറ്റ മിനിറ്റ് അദ്ദേഹം അവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് പോയിട്ട് വിളിച്ചിട്ട് വരട്ടെ. ഞങ്ങൾ 2 പേരും കൂടി ഉള്ള സമയത്ത് ചോദിക്കുക, ഉത്തരം അദ്ദേഹം പറയും. അതല്ലേ ചെയ്യേണ്ടത്? അതായിരുന്നില്ലേ ചെയ്യേണ്ടത്? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ വചനം ഞാൻ ധ്യാനിച്ചപ്പോ ആമേശ്വത പരിശുദ്ധാത്മം എനിക്ക് തന്നൊരു ആശയമാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ ആശയം ലഭിക്കുമെന്ന് എനിക്കറിയത്തില്ല. 2 പേർ തമ്മിൽ എന്തേലും ഒരു ആശയത്തിൽ പൊരുത്തക്കേട് ഉണ്ടായിട്ട് ഒരുത്തനാണ് നിങ്ങളോട് ആ കാര്യത്തെക്കുറിച്ച് പറയുന്നതെങ്കിൽ 1 മിനിറ്റ് ആരുമായിട്ടാണ് വിഷയം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തെ കൂടി വിളിച്ച 2 പേരെയും വരുത്തി 2 പേരുടെയും വാമൊഴി കൊണ്ട് ആരാണ് നീതിമാൻ, ആരാണ് അനീതി ചെയ്യുന്നത്, അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരുത്തൻ പറയുന്ന വാക്ക് കേട്ടുകൊണ്ട് മറ്റൊരുത്തൻ നീ കുറ്റക്കാരനായി കാണരുത്. ഒരുത്തൻ പറയുന്ന വാക്ക് കേട്ടുകൊണ്ട് മറ്റൊരുത്തനെ അനീതിയുള്ളവനായി നീ കാണുകയും ചെയ്യരുത്. ഇതുപോലത്തെ വലിയൊരു ചതി, ഇതുപോലത്തെ വലിയൊരു അബദ്ധം ഈ കാലഘട്ടത്തിൽ സാത്താൻ അന്നത്തെ പാരമ്പര്യമായിട്ടുള്ള അതേ പാറ്റേൺ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാ. ഹവ്വയുടെ അടുക്കൽ കടന്നു എന്നിട്ട് ചോദിക്കുന്നത്, വാസ്തവമായിട്ട് ദൈവം ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയല്ലേ സിസ്റ്ററെ? ആ സിസ്റ്റർ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടോ, അങ്ങനെ പറഞ്ഞു. അതെ, പിന്നെ ആ സിസ്റ്ററെ കാണുന്ന സമയത്ത് ഒരു മുഖത്ത് ആ ചിരി വിടരുന്നതിന് ഒരല്പം സ്തോത്രം ബുദ്ധിമുട്ട് നേരിടുകയാ. സ്തോത്രം ഇടപെടുന്നതിന് സംസാരിക്കുന്നതിന് ഒരല്പം അകൽച്ച നേരിടുകയാ. എന്തുകൊണ്ടാണെന്നറിയാമോ? പിന്നാമ്പുറത്ത് സംഭവിച്ചിരിക്കുന്ന ആദം ഹവ്വയോട് ഷെയർ ചെയ്തിരിക്കുന്നതിന് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കറക്റ്റ് ചെയ്യുവാൻ തക്ക വിധത്തിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. വല്ല വാക്കുകളും കേട്ടുകൊണ്ട് ഒരുത്തനെ ന്യായീകരിക്കുകയോ ഒരുത്തനെ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. 2 പേരും ദൈവസന്നിധിയിൽ വരട്ടെ. ആമേൻ. ഒരിക്കൽ ശലോമോൻ രാജാവിന്റെ മുമ്പിൽ സ്വതം ഒരു കുഞ്ഞ് 2 സ്വതം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഒരുത്തിയുടെ മുകളിലേക്ക് ഒരുത്തി കിടന്നപ്പോ അവളുടെ കുഞ്ഞ് എന്ത് ചെയ്തു? മരിച്ചുപോയി. അങ്ങനെ അവള് പറയുന്നത്, അവൾ എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ ഇപ്പുറത്ത് അവളുടെ അടുക്കൽ കിടത്തിയിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് ജീവനുള്ള കുഞ്ഞിനെ ഇവളുടെ അടുക്കൽ കിടത്തി. 2 പേരുടെ മുമ്പിൽ പ്രശ്നങ്ങളായി. 2 പേരും ഈ കാര്യം രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് യഥാർത്ഥമായ മരിച്ച കുഞ്ഞിന്റെ അമ്മ പറയുകയാണ്, ഈ കുഞ്ഞ് എന്റേതാണ്, അതായത് മരിക്കാത്ത കുഞ്ഞ്, ജീവനുള്ള കുഞ്ഞ് എന്റേതാണ് എന്ന് പറഞ്ഞ് രാജാവിനെ ബോധ്യപ്പെടുത്തുന്നു. യഥാർത്ഥമായി ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ പറയുന്നത്, ഈ കുഞ്ഞ് എന്റെയാണ്, മറ്റേ കുഞ്ഞ് മരിച്ച കുഞ്ഞാണ് അവളുടേത്.
അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കമായി, സംസാരമായി. ആമേ ഇത് തെളിയിക്കാനായിട്ട് രാജാവ് ഒരു കാര്യം പറഞ്ഞു. ആമേ ഒരു പണി ചെയ്യാം, നിങ്ങളൊരു വാള് കൊണ്ടുവരട്ടെ. ആമേ സ്തോത്രം. കുഞ്ഞേതായാലും ഒന്ന് മരിച്ചു പോയല്ലോ, ഒരു കുഞ്ഞാണ് ജീവനോടെ ഉള്ളത്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാക്കി പിളർക്കാം. ഒരുത്തിക്ക് പകുതിയും ഒരുത്തിക്ക് പകുതിയും എടുക്കാൻ പറഞ്ഞു. യഥാർത്ഥ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു, ചെയ്യരുതേ, ആമേ ആ കുഞ്ഞ് ജീവനോടെ ഇരുന്നോട്ടെ, അവൾക്ക് കൊടുത്തേക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യഥാർത്ഥമല്ലാത്ത കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു, ശരി, രാജാവ് പറഞ്ഞ പോലെ സംഭവിക്കട്ടെ, അമ്മയെ പകുതിയാക്കിക്കോ, പകുതി അവളും കൊണ്ടുപോകട്ടെ, ഞാനും കൊണ്ടാകാം. അവിടെ യഥാർത്ഥമായ കുഞ്ഞിന്റെ അമ്മയെ തിരിച്ചറിയുവാൻ ഇടയായി തുടങ്ങും. ഞാൻ പറയുന്നത്, ആമേസ്വതം ചില കാര്യങ്ങൾ ഒരു സൈഡ് നമ്മൾ കേട്ടിട്ട് ആമേസ്വതം ഒരുത്തനെ കുറ്റം വിധിക്കരുത്, കുറ്റപ്പെടുത്തരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ നാം എന്ത് അറിയാത്തവരല്ലല്ലോ. ഇവിടെ ആമേ ഹവ്വയ്ക്ക് ചെയ്യാമായിരുന്നു. ആമേ വചനം പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ വചനം 2025 നമ്മുടെയും ഇടയിൽ സ്വതം തന്നിരിക്കുകയാ. ഈ വചനത്തിന്റെ പ്രസക്തിയുണ്ട്. ആമേ നമ്മളെ ചതിക്കരുത്. ആര് ചതിക്കരുത്? സാത്താൻ ചതിക്കരുത്. എന്ത് കാരണത്താൽ? ഉപായത്താൽ ചതിക്കരുത്. ആമേ സ്വതം നീ ചെയ്യാത്തത് ചെയ്ത് എന്നും, നീ പറയാത്തത് പറഞ്ഞു എന്നും, നീ പ്രവർത്തിക്കാത്തത് പ്രവർത്തിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പലരും ആമേ നിന്റെ ബുദ്ധിയെ തിരിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ആമേ സ്വതം ഹൃദയപൂർവ്വം തിരുമുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് യഥാർത്ഥമായ തലത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുവാൻ നല്ല ന്യായാധിപതിയാകുന്ന ദൈവത്തിന് മുമ്പാകെ ഇന്ന് പകലിലൊന്ന് താഴ്ന്നിരിപ്പാൻ ആത്മാവിൽ എത്ര പേർക്ക് ഒരുക്കപ്പെടുവാൻ കഴിയും? അവിടെയാണ് ശാശ്വതമായ ഒരു പരിഹാരം സംഭവിക്കുന്നത്. അമ്മേ, അപ്പോ ഹവ്വയോട് ആമേ സ്വതം പാമ്പ് ചോദിക്കുന്നത്, യഥാർത്ഥമായി നിന്നോട് എന്ത് ചെയ്തിട്ടുണ്ടോ, കൽപ്പിച്ചിട്ടുണ്ടോ? ഇവൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? അയ്യോ, കറക്റ്റ് എന്നോട് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ മിനിറ്റ് അദ്ദേഹം എവിടേക്കൊന്നുണ്ട്? ഇതാ നോക്ക്, അവിടെ ഏതൊരു മരത്തിന് തടമെടുത്തുകൊണ്ടിരിക്കുക, അമ്മ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പറക്കുന്നതാ. ആര്? അമ്മ ഈ പാമ്പ് പറക്കുന്നതാ. ഒറ്റ മിനിറ്റ് അങ്ങോട്ട് പറന്നു, ഞാനും എന്ത് ചെയ്തേക്കാം, നടന്നു വന്നേക്കാം. നമുക്കൊന്ന് ചോദിച്ചിട്ട് ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? ഇല്ല പ്രിയമക്കൾ, അതല്ലേ നല്ലത്? ആണോ? അതല്ലേ നല്ലത്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവൾ അങ്ങനെ ചെയ്തില്ല. ആമേൻ, സ്തോത്രം. അവൾ ആ കനി കൊടുത്തു, അവൾ എന്ത് ചെയ്തു? ആ ഫലം കഴിച്ചു. സംഭവിച്ചതോ പാപം. ആർക്കും കൊടുത്തു? അവളുടെ ഭർത്താവാകുന്ന ആദത്തിനും കൊടുത്തു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പിശാച് ബോഷ്കിന്റെ അപ്പനുമാണ്. അറിയാമോ? നിങ്ങൾക്കറിയാമോ? ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, ഇന്നാൾ ഇന്നതുപോലെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആരോടും പറയേണ്ടിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നിശ്ചയമായിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ചോദിക്കണ്ടേ? സത്യം അറിയുമ്പോൾ സത്യം നമ്മൾ എന്ത് ചെയ്യും? സത്യം ജയിക്കത്തുള്ളൂ പ്രിയമക്കളെ. ആമേൻ, സ്തോത്രം. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. മൂടി വെച്ചതെല്ലാം പുറത്തു വരും. ഒരു ദിവസം പുറത്തു വരും. ഹല്ലേലൂയ. സത്യം മാത്രമേ വിജയിക്കത്തുള്ളൂ. ആമേൻ, സ്തോത്രം. നമ്മുടെ ദൈവം ആമേൻ, സ്തോത്രം, വഴിയും സത്യവും ജീവനുമാണ്. ആമേ, അവിടെ നിലനിൽക്കത്തുള്ളൂ. യേശുവിന്റെ ജീവിതത്തിൽ ആമേൻ, സ്തോത്രം, ഒരുപാട് പ്രതിസന്ധികൾ പിശാച് കൊണ്ടുവന്നിട്ടു. യേശു അതിനെല്ലാം ജയിച്ചു. അങ്ങനെയെങ്കിൽ അതിനെ ജയിപ്പാനുള്ള കൃപ നമുക്ക് തരുമെന്നും യേശു പറഞ്ഞു. ഞാൻ ലോകത്തെ എന്തിരിക്കുന്നു? ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളിൽ വ്യാപരിക്കും, നിങ്ങളും അതിനെ ജയിക്കും. നമ്മൾക്കും ജയിക്കാനുള്ളൊരു കൃപ പരിശുദ്ധ ദൈവം ആ വിഷയത്തിന്റെ മധ്യത്തിൽ തരും. പ്രിയമക്കളെ, ഇന്ന് പകൽക്കാലം നമുക്കതിനായി ജാഗരിക്കാം, അതിനായി നമുക്ക് ഒരുങ്ങാം. ആത്മാവ് നമ്മളെ നടത്തുവാനിടയായി തീരും. ആമേൻ. യേശുവിന്റെ മുമ്പാകെ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് അവൻ പ്രവർത്തിക്കാൻ ഒരുങ്ങിയ ദൗത്യത്തിൽ നിന്ന് യേശു പിന്തിരിഞ്ഞില്ല. പ്രതിസന്ധികളുണ്ട്. നിത്യത എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. വചനം വിളിച്ചു പറയുന്നു, ആമേ, സ്വർഗത്തിന്റെ വാതിൽ വളരെ ഇടുങ്ങിയതും, ഒന്ന് പറഞ്ഞേ, ഞെരുക്കവുമുള്ളതാണ്. ആമേ, സ്വന്തം അതിലൂടെ കിടക്കുന്നവർ ചുരുക്കമാ. ആമേ, സ്വന്തം നരകത്തിന്റെ വാതിൽ വളരെ വിശാലവും വീതിയുള്ളതുമാ. അതിലൂടെ കിടക്കുന്നവർ അനേകായിരങ്ങളാ. ഈ വാതിലുകളാണ് പലർക്കും ആഗ്രഹമുള്ളത്, ഇഷ്ടമുള്ളത്. ഇടുക്കവും ഞെരുക്കവും പലർക്കും ഇഷ്ടമല്ല പ്രിയമക്കളെ. എന്നാൽ ഈ വാതിലിലൂടെ കടക്കണമെന്നാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇടുക്ക് വാതിലിലൂടെ
അകത്ത് കടപ്പാൻ, ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പാൻ. കാരണം ശത്രു നമ്മളെ ഞെരുക്കാൻ തുടങ്ങും പല രീതിയിലും. നമ്മൾ ആയിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാൻ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങ് സ്വർഗരാജ്യമാണ്. ആ ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ആ മാപ്പിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാ. അതിന് വഴി കാട്ടുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആമേൻ. ഈ വചനപ്രകാരമാണ് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത്. എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഈ വചനം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ നല്ല നടത്തിപ്പുകാരനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാൻ തുടങ്ങും. എന്റെ കുഞ്ഞുങ്ങളെ, വഴി എവിടെയോ തെറ്റിയിട്ടുണ്ടോ, മടങ്ങി വരിക. ആമേൻ. നമ്മൾ ഈ ഗൂഗിളിലൊക്കെ മാപ്പിട്ട് വാഹനമൊക്കെ ഓടിച്ചൊക്കെ പോകുമ്പോഴത്തേക്കും വഴി ഇങ്ങനെ കാണും. നമ്മൾ എവിടെ നിന്നെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ എന്ത് ചെയ്യും? പറയും. അപ്പോഴേ തന്നെ ഒരു സ്ത്രീയോ പുരുഷനോ ശബ്ദത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? പറയും, വഴി തെറ്റിപ്പോയിട്ടുണ്ട്, അടുത്ത സ്ഥലത്ത് വേറെ വഴിയുണ്ട്, അതിലൂടെ കയറി കഴിയുന്ന നിങ്ങൾക്ക് പല തവണ എവിടെയെല്ലാം നമ്മൾ തെറ്റുന്നുണ്ടോ അവിടെയെല്ലാം ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ തക്ക വിധത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾ നമ്മളെ അതിലേക്ക് തിരിച്ചു വരുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ജീവനുള്ള ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നല്ല കാര്യസ്ഥൻ നമ്മളെ എത്രയധികം ബുദ്ധി ഉപദേശിക്കുമെന്ന് ഇന്ന് പകൽ നിങ്ങളുടെ ബുദ്ധിക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് നൽകി തരികയാണ്. മടങ്ങി വരിക. ഇല്ലേ, ഈ ഗൂഗിൾ മാപ്പ് നമ്മൾ തെറ്റിപ്പോയി കഴിയുമ്പോഴത്തേക്കും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി എത്രയോ വട്ടം സംസാരിക്കുമെന്നറിയോ? വഴി തെറ്റിയിട്ടുണ്ടോ, മടങ്ങി വരിക. 5 കിലോമീറ്റർ കഴിയുമ്പോൾ വേറൊരു വഴിയുണ്ട്, 1 കിലോമീറ്റർ കഴിയുമ്പോൾ വേറൊരു വഴിയുണ്ട്, ലെഫ്റ്റിലേക്ക് കയറുക, റൈറ്റിലേക്ക് കയറുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന് നമ്മൾ നിരന്തരം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആകയാൽ പ്രിയമക്കളെ, അങ്ങനെയെങ്കിൽ ജീവനുള്ള ഒരുത്തൻ കൂടെയുണ്ട്. ആരാ? പരിശുദ്ധാത്മാവ്. വചനം പറയും, അവൻ നല്ല കാര്യസ്ഥനാണ്. വഴിതെറ്റിപ്പോകാൻ അവൻ അനുവദിക്കത്തില്ല. അവൻ വഴിതെറ്റിപ്പോകാൻ അവൻ വിടത്തില്ല. അവൻ നല്ല കാര്യസ്ഥനാകുന്ന ദൈവം എവിടെയെങ്കിലും വെച്ച് വഴിതെറ്റിക്കഴിഞ്ഞാൽ അവൻ നമ്മളെ തിരിച്ചു വരുത്തുവാൻ ഇടയായി തീരും. ഇവൻ എന്ത് ചെയ്യും? ഞാൻ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ ചൊവ്വാഴ്ച എടുത്ത ക്ലാസ്സിനെ കുറിച്ച് പലരും എന്നോട് പറഞ്ഞു, പാസ്റ്റർ അതൊന്നും കൂടി എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം, നിശ്ചയമായിട്ട് അടുത്ത ദിവസം എടുക്കാം കേട്ടോ. ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മൾ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും മനസ്സിലാക്കി തരണ്ടേ? സ്തോത്രം. നമ്മളോട് സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇപ്പം ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെയാണ് ഈ ഗൂഗിളിൽ നിന്ന് സംസാരിക്കുന്നത്. മലയാളം മാത്രം അറിയാവുന്ന ആളുകൾക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. പക്ഷെ ഇത് സിഗ്നൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചും കൊണ്ടിരിക്കും. അതും മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്തോത്രം. അതിൻ്റെ അകത്ത് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല, നമ്മുടെ ആത്മാവ് അങ്ങനെയല്ല. നമ്മളെ പിടിച്ചവിടെ നിർത്തും. നീ ഒന്ന് ഇരുന്ന് ചിന്തിക്കണ്ടേ? നല്ലപോലെ ജോലിയോടുകൂടിയുള്ള ബന്ധത്തിൽ ഓടി തിരക്കിൽ ജോലി ചെയ്ത് പോകുന്നവനെ ബ്രേക്ക് ഇടിപ്പിക്കും, പണിയില്ല. അവന്റെ ജോലി ബ്ലോക്ക് ചെയ്യും. കാരണം നീ ലക്ഷ്യസ്ഥാനത്ത് എത്തണം, നീ വഴി തെറ്റി സഞ്ചരിക്കുക. പലരും നിന്നെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് വ്യാപാരത്തിനായി കടന്നുപോയ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അർദ്ധപ്രാണനായിട്ട് ചിലരെ ആക്രമിച്ച് അവൻ ഇട്ടിട്ട് പോയി കളഞ്ഞു. ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഒതുക്കും, ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഇരിക്കാൻ തുടങ്ങും. അപ്പൊ ഒരു ചിന്ത വരിക, 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എന്ത് ചെയ്യണം? ഉപവസിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. തൊഴിലിന് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ഉപവസിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് നിന്നെ നടത്താൻ വേറെ ചില മേഖലകൾ ഉപയോഗിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. സ്തോത്രം. 2-ാമത്തെ ദിവസം, ഉപവാസത്തിന്റെ 2-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ കുഞ്ഞെ, നിന്റെ തൊഴിൽ മേഖലകളെ ക്രമത്തിലാക്കി തീർക്കേണ്ടതിനും നിന്റെ കരത്തിലൊരു നന്മ വരേണ്ടതിനും വിട്ടുകളയാണെന്ന് നീ ചിലത് വിട്ടുകളയണം. അപ്പൊ ജോലിക്ക് വേണ്ടിയാണ് ഇരുന്നത്. അടുത്ത ദിവസങ്ങളിൽ അവന്റെ ഹൃദയത്തിനകത്ത് ചിന്ത വരികയാണ്, സ്വന്തം ജോലി കിട്ടാത്തതിന്റെ കാരണം ഈ ഒരു കുറവ് കിടക്കുന്നത് കൊണ്ടാണ്. അവൻ എന്ത് ചെയ്യും? ആ കുറവുകൾ ദൈവസന്നിധിയിൽ എന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. കർത്താവേ, എന്നോട് ക്ഷമിക്കുക. പിന്നെ ജോലിയുടെ കാര്യം വിട്ടു. ശരിയാണല്ലോ, ഇന്ന വ്യക്തിത്വത്തോട് ഇന്ന രീതിയിൽ ഒരു വിഷയം എൻ്റെ ജീവിതത്തിലുണ്ട്, അതുകൊണ്ടായിരിക്കുമോ എന്ന് സ്തോത്രം ചിന്തിച്ചുകൊണ്ട് അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. സ്തോത്രം. 3-ാമത്തെ ദിവസമായി കഴിയുമ്പോൾ ഹൃദയത്തിലെ ഭാരം മാറി, ഹൃദയത്തിലെ വേദന മാറി. വഴി കറക്റ്റായി, സാറ്റലൈറ്റ് കറക്റ്റ് വന്നു. പിന്നെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള സഞ്ചാരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ജോലിയും തുറന്നു, പ്രശ്നവും മാറി. ഇനി ഇതും ചെയ്തിട്ട് പോരാ. മനസ്സിലാകുന്നില്ല. ഇങ്ങനെയെല്ലാം ബ്ലോക്കാക്കി കരത്തിലെ നന്മകളെല്ലാം കുറച്ചു. ഇതും ചെയ്തിട്ട് മനസ്സിലാകുന്നില്ല. പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദൈവം ശരീരത്തെ തൊടും. ഇയ്യോബിന്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. 1 by 1 ആയിട്ടാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. അവന്റെ സാമ്പത്തിക മേഖലകളെല്ലാം അടച്ചു.
അവനെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള വ്യക്തിത്വങ്ങളെ വെട്ടി മാറ്റി. കേട്ടോ, നമ്മളുമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന വ്യക്തിത്വങ്ങളില്ലേ പ്രിയമക്കളെ, അതൊക്കെ മുറിച്ച് ദൈവം മാറ്റും. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ സാത്താൻ ഇങ്ങനെ ചെയ്യുന്നറിയാമോ? നമ്മളെ സ്തോത്രം ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക. അപ്പൊ ഓരോ മേഖലകളും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ദൈവത്തെ തള്ളിപ്പറയത്തക്ക നിലവാരത്തിൽ ഇവൻ ചിലത് ചെയ്യുകയാണ്. ആമേൻ. അപ്പോ അവിടെ സാമ്പത്തികം നഷ്ടപ്പെട്ടു, സ്തോത്രം, വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. അടുത്തത് ശരീരത്തുമേൽ തൊടുകയാ. ആമേൻ. പൗലോസ് വചനത്തിൽ നമ്മൾ വായിക്കുന്നു, വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനായി സാത്താന്റെ ദൂതനെ. ഇവിടെ യോബിന്റെ ജീവിതത്തിൽ തൊടുന്നത് ദൈവമല്ല, സാത്താനാണ് ഉപയോഗിക്കുന്നത്. പൗലോസിന്റെ ജീവിതത്തിൽ തൊടുന്നത് ദൈവമല്ല, സാത്താനെയാണ് ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാ? പൗലോസേ, നീ നിത്യത പോണം. അല്പമായിട്ടുള്ളൊരു ശാരീരിക ദോഷം ഇവിടെ അനുഭവിച്ചെന്നാലും കുഴപ്പമില്ല. അവിടെ ചെല്ലുമ്പോൾ ഫ്രഷ് ആയിട്ട്, അവിടെ ചെല്ലുമ്പോൾ തേജസ്കരിക്കപ്പെട്ടു, അവിടെ ചെല്ലുമ്പോൾ ഒരു നിത്യജീവൻ പ്രാപിപ്പാൻ തക്ക വിധം ഇടയാക്കി തീർക്കേണ്ടതിനാൽ അല്പമായിട്ടൊരു ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ചെന്നാലും കുഴപ്പമില്ല, നീ അവിടെ എത്തണം. ആമേൻ. കുറെയൊക്കെ ചിറ്റി ഇത്തിരി പെട്രോൾ തീർന്നാലും കുഴപ്പമില്ല, എവിടെ ചെല്ലണം? ലക്ഷ്യസ്ഥാനത്ത് എത്തണം. ഈ മാപ്പിട്ട് കറക്കിക്കൊണ്ടിരിക്കുക. അപ്പോ അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ശരീരത്തൊന്ന് തൊടും. നമ്മളെ സംബന്ധിച്ച് നല്ലൊരു പനി ഒരാഴ്ച കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാ. ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കാൻ. അമേരിക്കയിലാണെങ്കിൽ പോലും ഫോൺ ചെയ്ത് എന്ത് ചെയ്യും? സംസാരിക്കും. എന്നോട് ക്ഷമിക്കണം കേട്ടോ. സ്തോത്രം. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ ഇതും അവഗണിച്ച് മുന്നോട്ട് പോവുകയാണെന്നിരിക്കട്ടെ, കിടത്തും ദൈവം. എവിടെ കിടത്തും? കട്ടിലിൽ കിടത്തും, ചിന്തിപ്പിക്കും. അപ്പൊ എല്ലാം ചിന്ത വരും. പഴയ കാര്യങ്ങൾ, സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ, സ്തോത്രം, സ്കൂളിൽ പഠിച്ച കാര്യം മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിപ്പിക്കും. ആരെല്ലാം, ആരോടെല്ലാം, എങ്ങനെയെല്ലാം, ഏതെല്ലാം വിധത്തിൽ എന്നുള്ള ചിന്തകളൊക്കെ നമ്മളെ വരുത്തി അവിടെ വെച്ച് ഓരോ കാര്യങ്ങൾ എണ്ണി 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 പറക്കി നമ്മൾ ഇതെല്ലാം പറയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, കാരണം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം. ഇതാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും എന്ത് ചെയ്യണം? ഇരിക്കണം. ഞാൻ പോകുന്നിടത്ത് നിങ്ങളും എന്ത് ചെയ്യണം? വരണം. എവിടെയും ശ്രദ്ധിച്ചോ, യേശു യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പലപ്പോഴും പറയുന്നത്, ഞാൻ പോകുന്നു എന്ത് ചെയ്യാൻ? വാസസ്ഥലം ഒരുക്കാൻ. നിങ്ങളും അവിടെ വന്ന് വസിക്കണം. പക്ഷെ നമ്മൾ അതിൽ നിന്ന് റൂട്ട് തിരിഞ്ഞുപോയി, നമ്മുടെ വഴികൾ തെറ്റിപ്പോയി. പിന്നെ അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. ദൈവം അതിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളെ. ഈ മേഖലകളിലായിക്കോളൂ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ യേശുവിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോഴെല്ലാം ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു? എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. കേട്ടോ പ്രിയമക്കളെ, ഇത് ക്രിസ്തീയ ജീവിതമാണ്. ഇത് അറ്റം വരെ നിങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പേ ഒരുപാട് പ്രശ്നങ്ങൾ. സ്വന്തം ബന്ധങ്ങളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന്, മുഖപരിചയമുള്ള വ്യക്തിത്വങ്ങളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന്, ദൈവദാസന്മാരിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന്, ലോകമനുഷ്യരിൽ നിന്ന്, എല്ലാവരിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ എങ്കിൽ തന്നെ നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? പിന്തിരിയാൻ പാടില്ല. ലക്ഷ്യത്തിലേക്ക് തന്നെ സ്വന്തം മുന്നിലേക്ക് യാത്ര ചെയ്തു കൊള്ളണം. ഇവിടെ പറയുന്നത് പിശാച് അപവാദിയാണ്. നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യം വേഗത്തിൽ. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആയിരുന്നു. അവനിൽ സത്യം ഇല്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സത്യത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. ആമേൻ. ഉണ്ടാക്കി, ഇല്ലാത്തത് ഉണ്ടാക്കി പറയും. അതങ്ങനെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഭോഷ്കിന്റെ ഹവ്വായുടെ അടുക്കൽ കടന്നു എന്നിട്ട് പറഞ്ഞു, വാസ്തവമായിട്ട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിൽ അവൾ എന്ത് ചെയ്തു? വീണു. ആമേൻ. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആയിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു. എന്നാലോചിച്ച് നോക്കിയേ,
ഇവളെ ഹവ്വയെ സർപ്പം ഉപായത്താൽ എന്ത് ചെയ്തു? ചതിച്ചു. കുഴപ്പമില്ല, നീ ഇത് കഴിച്ചോ, ഒന്നും സംഭവിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ കാലഘട്ടത്തിൽ ഇത് കൂടുതലാ. പലരുടെയും ബുദ്ധിക്കകത്ത് ശത്രു പലതും കുത്തിക്കടത്തി. വലിയ മിസൈലായിട്ടോ വലിയ വടിവാളായിട്ടോ ആയുധമായിട്ടൊന്നുമല്ല വരുന്നത്, ഈ ഉപായമായിട്ട് വരും. നിങ്ങളെക്കുറിച്ച് ഇന്നയാള് ഇന്നത് പറഞ്ഞു, നിന്നെക്കുറിച്ച് ഇന്നയാള് ഇന്ന രീതിയിൽ പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ ഹൃദയത്തിലൊരു ഭാരമാ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സ്വതം ഇന്ന് പകലിൽ ഒരു കാര്യം ഒരുക്കപ്പെടുക, ഒരു കാര്യത്തിൽ സ്വതം നിങ്ങളൊന്ന് തിരിഞ്ഞു വരിക. സ്വതം ഇതിനെ ഒഴിവാക്കുക. യേശുവിന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായതാ, ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. സ്വതം നമ്മൾ മനുഷ്യരായി നിൽക്കുന്നത് കൊണ്ടും ഈ ജഡത്തിൽ പാപത്തിന്റെ അംശം കിടക്കുന്നത് കൊണ്ടും നിങ്ങളടക്കം ഞാനടക്കം ഇതുപോലെയുള്ള പല മേഖലകളിലൂടെ കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. സ്വതം കടന്നു പോകുന്ന മേഖലകളിൽ വിട്ടു പിരിഞ്ഞുകൊണ്ട് യേശുവിന്റെ സ്വതം കൂടെ നടക്കേണ്ട വ്യക്തിത്വങ്ങൾ യേശുവിനെ തള്ളി പറഞ്ഞു, യേശുവിൽ നിന്ന് അകന്നുപോയി. അതിന്റെ 56 വാക്യം വായിച്ചേ. 8-ാം അധ്യായത്തിന്റെ 56 വാക്യം. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സ് ആയിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടുവോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന്. ഇവന്റെ വംശം, ഇവന്റെ സ്വന്തം വംശം, യഹൂദ വംശം. യേശു പറയുന്നത്, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്. അവരുടെ ചോദ്യം, നിനക്ക് 50 വയസ്സ്? യേശുവിനെ അവർ യേശുമായിട്ട് മാത്രമാണ് കണ്ടത്. യേശു ദൈവപുത്രൻ എന്ന് അംഗീകരിക്കാൻ ഇന്നും പലരും ശ്രമിക്കുന്നില്ല. അവന്റെ സ്വന്തം ജാതിക്കാര് അവനിൽ നിന്ന് എന്ത് ചെയ്തു? ഇടറിപ്പോയി. സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചോളാം പ്രിയമക്കളെ. ഇവര് പറയുന്നത്, നിനക്ക് 50 വയസ്സായിട്ടില്ല. സ്തോത്രം. അബ്രഹാമിനെ ഞങ്ങൾക്കറിയാം. പക്ഷെ നീ ചെക്കനാ, 33 വയസ്സുള്ള ഒരു ചെക്കനാണ്. നിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 53 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന്റെ സ്വന്തം പട്ടണക്കാര്, സ്വന്തം ദേശക്കാര് അവൻ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. അയ്യോ, എന്റെ സ്വന്തക്കാരും എന്റെ ബന്ധക്കാരും എന്റെ ചാർച്ചക്കാരും ഞാൻ സൗഖ്യം കൊടുത്തവരും കണ്ണു തുറന്നവരും മുടന്തരും ബദിരരും സ്വതം മരിച്ചവരും ഉയർപ്പിച്ചവരും എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് യേശു ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോ? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോടും പറയുന്നത് അത് തന്നെയാണ്. എടാ സ്വതം പലരും നിന്നെ മാറ്റി നിർത്തിയെന്നാലും, പലരും നിന്നെ തള്ളിക്കളഞ്ഞെന്നാലും, പലരും നിന്നോട് അടുത്ത് വന്നില്ലെങ്കിലും നിനക്ക് തന്നിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, നിനക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. അതിൽ നിന്ന് നീ ഒരിക്കലും പിന്തിരിയരുത്. യേശു അത് ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, പല രീതിയിലുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടെന്നിരിക്കാം. ഈ കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടക്കമുള്ള കാര്യം, നമ്മുടെ സഭ മാത്രമല്ല, ലോകത്തിലുള്ള ആഗോള തലത്തിലുള്ള ദൈവസഭകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. തെറ്റിപ്പോകരുത്, ഒരുത്തൻ പോലും തെറ്റിപ്പോകരുത്. പിമ്പിലുള്ളത് എന്ത് ചെയ്യണം? മറന്നു കളഞ്ഞേക്കണം, വിട്ട് കളഞ്ഞേക്കണം. പ്രിയമക്കളെ, മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് സ്വതന്ത്രം അവന്റെ പരമവിടലിൽ ലാക്കിലേക്ക് ഓടണം. ഹല്ലേലൂയ. ചിലതിനൊക്കെ ഒന്ന് കാത് കൊടുക്കരുത്. പൊട്ടനെ പോലെ കുരുടനെ പോലെ അങ്ങ് പോയേക്കണം. സ്വതന്ത്രം. ഹല്ലേലൂയ. കാത് കൊടുത്ത പ്രശ്നമാ. യേശുവിനെ കുറിച്ച് യെശയ്യാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പാകെ പ്രവചിച്ചു. എന്റെ ദാസനെ പോലെ കുരുടൻ, എന്റെ ദാസനെ പോലെ ചെകിടൻ. ചിലരൊക്കെ ഒന്ന് തിരുത്താൻ പറ്റത്തില്ല, തിരുത്തപ്പെടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ചിലരൊക്കെ അങ്ങനെ തന്നെ പോകും. അത് നോക്കിക്കൊണ്ട് നീ അതിന്റെ പുറകെ പോകരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ തന്നെ തന്നെ നീതീകരിക്കട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാണ് തിരുവഴുത്തിൽ പറയുന്നത്. നീ തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യണം, പരിശുദ്ധാത്മാവിന്റെ കരത്തിലെ ആയുധമായി തീരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പരീശന്മാര്, യഹൂദന്മാര്, സദുക്കേര്, ഇവരുടെ പ്രശ്നം തീർത്തിട്ടല്ല യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. പ്രശ്നം തീർക്കാൻ പറ്റിയോ? ചിലരുടെയൊക്കെ പ്രശ്നം തീർക്കാൻ പറ്റത്തില്ലെന്നേ. ചിലതിന്റെ പ്രശ്നം തീർക്കാൻ പറ്റത്തില്ല. യേശു സദുക്കിയന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടല്ല യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. യേശു യഹൂദന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടല്ല കാൽവരി ക്രൂശിൽ മരിച്ചത്. യേശു പരീശന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടല്ല കാൽവരി ക്രൂശിൽ മരിച്ചത്. പ്രശ്നങ്ങളുള്ള പ്രശ്നത്തോട് കൂടെ ഇരുന്നു.
പക്ഷെ യേശു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോ സംഭവിച്ചത്, ആമേ സ്വന്തക്കാരി തള്ളിക്കളഞ്ഞ കല്ല് ആമേ വീടിന്റെ കോണിന്റെ മൂലക്കല്ലായി മാറുവാനിടയായി തീർന്നു. എനിക്കും നിങ്ങൾക്കും ഒരു വിടുതൽ ലഭിച്ചെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മ പറയുന്നു, എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടല്ല ആമേ സ്വന്തം ആമേ യേശു കർത്താവ് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയത്. ലക്ഷ്യത്തിലേക്ക് എത്തി തീർന്നപ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം മാറിയത്. യേശുവിന്റെ മരണം വരെ യേശുവിന്റെ സഹോദരന്മാരൊന്നും എന്ത് ചെയ്തില്ല, വിശ്വസിച്ചില്ലെന്നേ. ആളുകളോളം ആമേശ്വതം യേശു ആ വീട്ടിലുണ്ടായിരുന്നില്ലേ? യേശുവിന്റെ സ്ഥിതിയായത്. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയണോ? ആമേ മത്തായി സുവിശേഷം ആമേശ്വത 13-ാം അധ്യായത്തിന്റെ 53 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. മത്തായി 13:53. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നവർ അല്ലയോ? ആമേശ്വത ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഈടറിപ്പോയി. അടുത്ത വാക്യം. യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ജീവനും ഭക്തിക്കും ആധാരമായിട്ട് ഈ പുസ്തകം ചേർത്ത് വെക്കുന്നവന് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു സ്ഥലത്തു നിന്നല്ല, പല സ്ഥലത്തുനിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ നീ ഒന്ന് തിരിഞ്ഞു നോക്കണം. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, അവൻ സത്യത്തിന്റെ ആത്മാവാകുന്ന അപ്പനോട് കൂടെ ഇരുന്ന യേശുവിനോട് കൂടെ ഇരുന്ന അതേ ആത്മാവ് നിന്റെ അകത്തളത്തിലുമുണ്ട്. ആമേൻ. പല കാര്യത്തിൽ ഇടപെട്ട പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവനെ കുറിച്ചല്ലേ പറയുന്നത്. ആമേശ്വരം ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി പിടിപ്പിച്ച് പറയുമ്പോ ആമേശ്വരം ആമേ നീ ഈ പുസ്തകം ചേർത്ത് വെച്ചു. പരിശുദ്ധ ദൈവം തെളിയിക്കും കേട്ടോ. പരിശുദ്ധ ദൈവം നടത്തുവാനിടയായി തീരും. ദൈവത്തിന്റെ നീതിയുള്ള കരം ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യുമെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. വാസ്തവമായിട്ട് അങ്ങനെ ചെയ്തോ? വാസ്തവമായിട്ട് അങ്ങനെ ചെയ്യാമോ? വാസ്തവമായിട്ട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് ഹവ്വയ്ക്ക് മുമ്പാകെ വന്ന ചോദ്യം. ഇവിടെ പറയുന്നത്, യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല. എല്ലാവരും ബഹുമാനിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞ് എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളണം, എവിടെയോ നീ തെറ്റിക്കിടക്കുകയാണ്. എവിടെയോ നീ തെറ്റിക്കിടക്കുകയാ. ആമേശ്വരം വചനം പറയുന്നു, പച്ചമരത്തോട് അവരിങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കമരങ്ങളായ കേട്ടോ പ്രിയ മക്കളെ. ആമേശ്വത ക്രിസ്തീയ ജീവിതം പട്ടുമെത്തയല്ല, അത് അവസാനം വരെയും ആമേശ്വതം നീ നല്ലതുപോലെ ഓടി തീർത്തേക്കണം. പൗലോസ് പറയുന്നു, എന്റെ ഒന്നാമത്തെ പ്രതിവാദത്തിൽ എനിക്ക് ആരും എന്ത് ചെയ്തില്ല, തുണ നിന്നില്ല. ആമേശ്വതം അങ്ങനെയെങ്കിൽ പൗലോസ് എന്തിനാണ് ഈ പ്രവർത്തിക്കുന്നത്? ആമേശ്വതം വല്ലവിധനെയും വിറ്റ് വല്ല സ്ഥലത്തേക്കും പോകാമല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ഞാൻ പറയുന്ന മെസ്സേജിന്റെ ആകത്തുക, ആമേൻ, നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. അത് സ്വർഗരാജ്യമാണ്. അവിടേക്ക് നിന്നെ എത്തിക്കാതിരിക്കാൻ പിശാച് പല നിലപാടിൽ പല പദ്ധതികളുമായിട്ട് വരും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, വചനം നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ഇന്ന് പകലിലും ഒരുക്കപ്പെടട്ടെ. ആമേൻ. ലക്ഷ്യത്തിൽ നിന്ന് എഴുതാ, പിന്തിരിയരുത്. യഹൂദന്മാർ വിശ്വസിച്ചില്ല. ആമേ സ്വന്തക്കാര് വിശ്വസിക്കുന്നില്ല. ആമേ സ്വന്തം കൂടെയുള്ള സഹോദരന്മാരും അമ്മയും അപ്പനും ആരും വിശ്വസിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ഈ പാട് ഞാൻ പെടുന്നത് എന്തിനാ? ചില സമയങ്ങളിലൊക്കെയും പ്രിയ മക്കളെ, ആമേ ഞങ്ങളെ പോലെയുള്ള ദൈവദാസന്മാരുടെ ഹൃദയത്തിനകത്തളത്തിലും ചില സമയങ്ങളിലൊക്കെ ഇതുപോലത്തെ ചിന്ത സാത്താൻ കൊണ്ടുവന്നിടും. പലതൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആമേ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ചിന്തിക്കാത്ത നിലവാരത്തിൽ ഇടിത്തി പോലെ പല വിഷയങ്ങൾ ഇറങ്ങി വരുന്നത്. ആമേ സ്തോത്രം. ആ സമയങ്ങളിൽ ദൈവത്തിൽ നിന്ന് കരയും, പ്രാർത്ഥിക്കും, ദൈവമേ എന്തുകൊണ്ടാ ആമേ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ, ആമേ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചില അനുഭവങ്ങൾ ജീവിതത്തിന്മേൽ ശത്രു കൊണ്ട് നിരത്തി വെക്കും. അപ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്ന വചനം ഇതാ. ഇന്ന് നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങളാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. യേശു തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. പൗലോസ് തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ശിഷ്യന്മാർ തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അവരെല്ലാം തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേശ്വര ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ആമേ തെറ്റിപ്പോകുമ്പോൾ നടത്താൻ ഒരു പരിശുദ്ധാത്മാവുണ്ട്.
കാൽച്ചുവടുകൾ വെച്ച് കയറിപ്പോകുവാൻ ആത്മാവിൽ ഒരുക്കപ്പെടണം. ഇത് എൻ്റെ ജീവിതത്തിൽ എന്നല്ല, പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്നല്ല, യേശുവിൻ്റെ ജീവിതത്തിൽ നിന്നല്ല, ഓൾ ഓവർ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളൊരു സംഭവമാണ്. ആമേശ്വരം ഈ നാളുകളിൽ തിരിച്ചറിയണം കേട്ടോ, തിരിച്ചറിയണം. ചിലതൊക്കെ ഒന്ന് കാര്യമാക്കരുത്. എന്ത് ചെയ്യരുത്? കാര്യമാക്കരുതെന്ന്. യേശുവിൻ്റെ പിതൃനഗരം അവനെ എന്ത് ചെയ്തില്ല? ഉൾക്കൊണ്ടില്ല. യേശുവിനെ ഞങ്ങൾക്കറിയാം, അവൻ അച്ഛൻ്റെ മകനല്ലേ. ആമേശ്വരം ബിജുവിനെ ഞങ്ങൾക്കറിയാം. ആമേശ്വരം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മളെ പലരും എടാന്ന് വിളിച്ചെന്നിരിക്കാം, ആമേശ്വരം ആടാ പോടാന്ന് വിളിച്ചെന്നിരിക്കാം, പേര് വിളിച്ചെന്നിരിക്കാം, പാസ്റ്റർ എന്ന് വിളിച്ചെന്നിരിക്കാം, ബ്രദർ എന്ന് വിളിച്ചെന്നിരിക്കാം. ആമേശ്വരം എന്നെ എല്ലാവരും ഇങ്ങനെ തന്നെ വിളിക്കണമെന്ന് നിയമമുണ്ടോ? യേശു അത് പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. പ്രിയ മക്കളെ, വിളിക്കുന്ന ഭാഷ കേട്ടുകൊണ്ട് നീ ആയിരിക്കുന്ന അനുഭവത്തിൽ എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അത് അനുഗ്രഹമാണ്. പ്രൈസല്ലോ. യേശുവിൻ്റെ പിതൃനഗരത്തിൽ അവന് സംഭവിച്ചത്, അവനെ എടാന്നും അവനെന്നും തച്ചനെന്നും ഭൂതമുണ്ടെന്ന് പറഞ്ഞു. യേശുവിന് എന്തുണ്ടെന്ന് പറഞ്ഞു? എന്നാ പിന്നെ ഈ പരിപാടി ഇവിടെ വെച്ച് എന്ത് ചെയ്യുക? നിർത്തുകയാ എന്ന് പറഞ്ഞില്ല യേശു. ആലോചിച്ചോളണം. അപ്പൊ ചിന്തിക്കാത്ത രീതിയിലുള്ള സംസാരങ്ങൾ. യേശുവിൻ്റെ പിതൃത്വം അന്വേഷിച്ചു അവര്. ഹല്ലേലൂയ, ആമേൻ. യേശുവിൻ്റെ പിതൃത്വം അന്വേഷിച്ചു. ഭൂതമുണ്ടെന്ന് പറഞ്ഞു, ഭ്രാന്തനാന്ന് പറഞ്ഞു. യേശുവിന് എന്തുണ്ടെന്ന് പറഞ്ഞു? അവൻ ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് നിർത്തിയോ? എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ലെന്നേ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്നേ, ആമേശ്വത പ്രതികരിക്കാനുള്ള സമയം ആയിട്ടില്ലെന്നേ, അതുവരെ അടങ്ങിയിരുന്നോളണം കേട്ടോ. നമ്മുടെ അപ്പന്റെ കാഹളം ധരിക്കുന്നൊരു സമയമുണ്ട്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. ആമേശ്വത ആ സമയത്തിൽ ആ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത്. യേശുവിന്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്ത സമയങ്ങളുണ്ട്. ഒരു പാപിനിയായിരിക്കുന്ന സ്ത്രീ കാലിൽ വന്ന് സ്വന്തം കണ്ണുനീര് കൊണ്ട് തൻ്റെ തലമുടി കൊണ്ട് കാല് തുടക്കുന്ന സമയത്ത് ചിലത് ചിന്തിക്കുകയാണ്, ഇവൾ ഉള്ളവളെന്ന്. ഇവൻ നല്ലൊരു പ്രവാചകനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒന്നുമില്ല, ഗ്രാഹ്യമൊന്നുമില്ലെന്നേ. പുള്ളിക്ക് അങ്ങനെയുള്ള കഴിവൊന്നുമില്ല, മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവനാ. പക്ഷെ ചില സ്ഥലങ്ങളിൽ കല്ലുമായിട്ട് ഓടിച്ചിട്ട് വന്ന ആ സ്ത്രീ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു കുനിഞ്ഞിരുന്ന് എഴുതുകയാ. അവരോട് ചോദിച്ചു, നിങ്ങളിൽ പാപമില്ലാത്തവൻ എന്ത് ചെയ്യട്ടെ? ഒരൊറ്റ കൈ ഉയർന്നില്ല, ഒരൊറ്റ കല്ലും വന്നില്ല. പ്രിയ മക്കളെ, സകലതും താഴെട്ടോടുവാനിടയായി തീർന്നു. ചില സമയങ്ങളിൽ അങ്ങനെയും ചില സമയങ്ങളിൽ ഇങ്ങനെയും സംഭവിക്കുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. നിന്നെ ഏത് കോണിൽ നിന്ന് വിരൽ ചൂണ്ടിയെന്നാലും ദൈവസന്നിധിയിൽ വിധേയപ്പെടുക. പ്രിയ മക്കളെ, പ്രതികരിക്കുന്ന ഒരു അപ്പനുണ്ട്. സമയമായിട്ടില്ല പ്രതികരിക്കാനുള്ള. എന്തിനു വേണ്ടി കാത്തിരിക്കുക? കാഹളം ധ്വനിക്കാൻ വേണ്ടി. വരാനുള്ളവൻ വരും, ചേർക്കാനുള്ളവൻ ചേർക്കും. പ്രിയ മക്കളെ, അതിനു മുമ്പ് ശത്രുവിന്റെ ഒരു പദ്ധതിയിൽ നീ ഒതുങ്ങിപ്പോകരുത്. വല്ല വിധേയനെയും വല്ലതിനും ചെവി വെച്ച് കൊടുത്തേക്കരുത്. ഒരു സൈഡിൽ അങ്ങനെ നടക്കട്ടെ, മറ്റൊരു സൈഡിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ചിലർ പറഞ്ഞത് ക്രൂശിൽ കിടന്നുകൊണ്ട് സ്വന്തം നിന്നെയും ഞങ്ങളെയും എന്ത് ചെയ്യുക? രക്ഷിക്കാം. അങ്ങനെയൊക്കെ പറയും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മറ്റൊരുത്തം പറഞ്ഞത്, കർത്താവേ നീ എന്ത് ചെയ്യും? രാജത്വം പ്രാപിക്കും. അപ്പൊ രണ്ട് സൈഡും ഉണ്ടെന്നേ, രണ്ട് സൈഡും ഉണ്ട്. ഇത് കേട്ട് നല്ലതിന് എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം കേട്ടോ. നിന്റെ നിത്യതയ്ക്ക് തടസ്സമായിട്ട് വെല്ലുവിളിയായിട്ട് പിശാച് പലതും കൊണ്ടുവന്നിടും. അവൻ ബോഷ്കിന്റെ അപ്പനുമാ. ബോഷ്കിന്റെ അപ്പനുമാ. സ്വന്തത്തിൽ നിന്നെടുത്ത് പലതൊക്കെ പറഞ്ഞെന്നിരിക്കാം. നീ അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടി ഇത്രയും പ്രവർത്തിച്ചിട്ടും ഇത്രയും ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഇതാണല്ലോ ഗതി. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ ഞാൻ പ്രവർത്തിക്കുന്നുമില്ല, പ്രാർത്ഥിക്കുന്നുമില്ല, എല്ലാ പരിപാടിയും നിർത്തുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണോ? അല്ലെന്നേ. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, 2 തിമോത്തി 4:16, അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് എന്ത് ചെയ്തില്ല? തുണ നിന്നില്ല. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോയി. ഒന്ന് വായിച്ചേ. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് നമ്മളാണെങ്കിൽ പൗലോസിന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നിക്കോ? ആരും എന്ത് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് മാറാൻ പറ്റുമോ? നമ്മളാണെങ്കിൽ എപ്പോഴേ പോയെന്ന് ചോദിച്ചാൽ മതി.
ആമേ ആരും തുണയ്ക്കാതെയല്ല. ആമേ ഒരു ഭൂരിപക്ഷം കുറഞ്ഞാൽ വിറ്റിട്ട് പോകുന്നവരാ പലരും. ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേ സ്തോത്രം, ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആരെല്ലാം നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നിന്റെ പാപം, രോഗം, ശാപം, അകൃത്യം, അതിനൊക്കെയും വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് കർത്താവായ യേശുവാണ്. അവൻ നിന്നോട് കൂടെയിരിക്കും. ലോകമില്ലെങ്കിലും ആ ഒരു ഉറപ്പാണ് പൗലോസിന്റെ ജീവിതത്തിൽ കിട്ടിയതെന്നേ. ആമേ സ്തോത്രം. ഈ രണ്ടാം ആമേ സ്തോത്രം അധ്യായത്തിന്റെ, അല്ലെങ്കിൽ ആമേ സ്തോത്രം 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, 2 തിമോത്തി ആമേ സ്തോത്രം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? ആമേ സ്തോത്രം. ഓലപ്പടക്കോ ഓലപ്പാമ്പിനെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യരുത്? പേടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എടാ, നിനക്ക് മുമ്പാകെ പർവ്വതം പോലത്തെ വിഷയങ്ങൾ കടന്നു വന്നാലും അതിനെ ഇടിച്ചു നിരത്താൻ കഴിവുള്ള ഒരു യേശു നിന്നോട് കൂടെയുണ്ട്. ഈ പ്രതിസന്ധി നിന്നെ വിഴുങ്ങിക്കളയത്തില്ല. ഈ പ്രതിസന്ധിയെ നീ ചാടിക്കിടക്കും. ആത്മാവിൽ നീ പ്രാർത്ഥിച്ചു, ആത്മാവിൽ നീ ഒരുങ്ങുകോ, ആമേ സർവശക്തനായ ദൈവം നിന്നോട് കൂടെയിരിക്കും. ആമേൻ. ഈ പ്രതിസന്ധി ഒന്നും നമ്മളെ എന്ത് ചെയ്യത്തില്ല. ആമേ. ഇന്ന് പല രീതിയിലുള്ള പ്രതിസന്ധികളുമായിട്ടാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക, എനിക്കറിയാം. പക്ഷേ ഈ പ്രതിസന്ധികളൊന്നും നിങ്ങളെ വിഴുങ്ങത്തില്ലെന്നേ. ഉറച്ചിരിക്കുക. ആമേ. പൗലോസ് പറഞ്ഞതുപോലെ ഇപ്പോഴുള്ളതിനോ ഇനി വരുവാനുള്ളതിനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കണം. കേട്ടോ, ഇതൊക്കെ സഹിക്കണം. ഇനിയും ഇതിലും വലുത് വന്നെന്നിരിക്കാം. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ 10 ഇരട്ടി ഫോഴ്സോടുകൂടി പലതും വന്നെന്നിരിക്കാം. സഹിക്കാൻ പ്രാപ്തിയാണോ? സഹിക്കാൻ പ്രാപ്തരാണോ? ആണോ പ്രിയമക്കളെ? ആമേ. കർത്താവിനോട് പറ, കർത്താവേ സ്വന്തം പ്രതിസന്ധികൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്തിരിയത്തില്ല. അന്ത്യത്തോളം നടത്തുവാൻ നീ ശക്തനെന്ന് ഞാൻ ആത്മാവിൽ ഉറച്ചിരിക്കുകയാ. അത് നിമിത്തം ആമേ സ്വന്തം ഞാൻ ഇതൊക്കെയും എന്ത് ചെയ്യുന്നു? സഹിക്കുന്നു. എങ്കിലും എന്ത് ചെയ്യുന്നില്ല? ലജ്ജിക്കരുത് പ്രിയമക്കളെ, മുഖം പാടരുത്. വരട്ടെ. ആമേ സ്തോത്രം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? ഈ ഒരു ഉറപ്പ്. ഈ ഒരു ഉറപ്പ്. എന്റെ സ്നേഹിത, എന്റെ സഹോദര, എന്റെ സഹോദരി, ആമേ സ്തോത്രം, നിങ്ങൾക്ക് ആള് മാറിപ്പോയി. ഞാൻ ആരാണെന്നറിയോ? ആമേ സ്തോത്രം. പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത് ലോകത്തിനെ നെടുകയും കുറുകയും ആമേ ഒരു മനുഷ്യനും വേണ്ടാതെ വണ്ണം ആമേ സ്തോത്രം അടുക്ക ചാലി കിടന്നിരുന്നവനാ. ഇന്ന് എന്നെ ക്രിസ്തു വേർതിരിച്ചിരിക്കുകയാണ്. ഞാൻ ക്രിസ്തുവിന്റെ മകനാണ്. ഞാൻ യേശുവിന്റെ മകനാണ്. ഞാൻ യേശുവിന്റെ മകളാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പണ്ടുണ്ടായ കാലത്തിന്റെ അത്രത്തോളം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ആർക്കും വേണ്ടാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ആമേ സ്തോത്രം. ഒരു ലക്ഷ്യമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? എന്തു ചെയ്യുമെന്ന് കരുതി പകച്ചുപോയൊരു കാലം, ആത്മഹത്യ ചിന്തിച്ച കാലം, മനസ്സമാധാനം നഷ്ടപ്പെട്ട കാലം, അസ്വസ്ഥത നിറഞ്ഞൊരു കാലം. ആമേ സ്തോത്രം. കാലത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ആമേ സ്തോത്രം ഇങ്ങനെ വിളിച്ചു പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആമേ. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? നമ്മൾ ആരെങ്കിലും അംഗീകരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല അംഗീകാരം അന്വേഷിക്കുന്നത്. മുമ്പ് ആർക്കും വേണ്ടായിരുന്നല്ലോ. തെരുക്കളിലും ആമേ സ്വതം ബീവറേജിന്റെ ഷോപ്പിലും ആമേ സ്വതം കള്ളുഷാപ്പിലും ആമേ മദ്യഷാപ്പിലും ആമേ സ്വതം മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ച് ലക്കുകെട്ട് എവിടെയാ കിടക്കുന്നത്, എവിടെയാ നടക്കുന്നത്, എന്താ പ്രവർത്തിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ആമേ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അരിമനാഥനായ യേശുവിനെ കരം വിളിച്ചു നിന്നെ വിളിച്ചു വേർതിരിച്ച് ഇന്ന് ദൈവസനിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആമേ മാന്യത തേടല്ലോ, മാന്യത അന്വേഷിക്കല്ലോ. അതിലും വലിയത് കേട്ടെന്നാലും കർത്താവിന് വേണ്ടി നിൽക്ക. ആമേ. ഇന്നാണ് നമുക്ക് ഭയങ്കര വലിയ സംഭവങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ. ആർക്കും വേണ്ടാത്തതായിരുന്നില്ലേ? ആമേ. ഭദ്രാവതിക്കാരന് പോലും വേണ്ടായിരുന്നു. ആമേ സ്തോത്രം. ആ പരുവത്തിൽ നിന്ന് അരിമനാഥനായ ദൈവം ചേർത്ത് പിടിച്ചില്ലേ? ഇനി പറയുന്നവർ പറയട്ടെ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. സത്യത്തിന് വേണ്ടി നിൽക്ക. ആമേ സ്തോത്രം. വചനത്തിന് വേണ്ടി നിൽക്ക. ഹല്ലേലൂയ. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ ഒരു ഉറപ്പിലേക്ക് പകലിൽ സ്വപ്പ് വെക്കട്ടെ. ആമേ. നമ്മളെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മളെ യേശു
ശരീരത്തിൽ ബാധിക്കോ? ഒന്നും ബാധിക്കാൻ പോകുന്നില്ല പ്രിയ മക്കളെ. നീ നേരോടെ നടക്കണം, നേരോടെ നിൽക്കണം, ദോഷം ചെയ്തു പോകരുത്. ആമേശ്വരത്തെ പൗലോസിനെ കുറിച്ച് പലതും പറയുമ്പോഴും പൗലോസ് തെറ്റ് സഞ്ചരിച്ചെന്നല്ല പറയുന്നത്, വിശുദ്ധി ഒന്നുകൂടി കൂട്ടി. യേശുവിനെ കുറിച്ച് പറയുന്നവരും യേശു തെറ്റ് സഞ്ചരിച്ചെന്നല്ല പറയുന്നത്, വിശുദ്ധി ഒന്നുകൂടി കൂട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശിഷ്യന്മാരെ കുറിച്ച്, പത്രോസിനെ കുറിച്ച്, യോഹന്നാനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച് ലോകം ദോഷം നിർണയിക്കാൻ തുടങ്ങിയപ്പോഴും അവരവരുടെ പ്രാർത്ഥനയും വിശുദ്ധിയും ഒന്നുകൂടി കൂട്ടാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിന്നെ കുറിച്ച് പലതും ശത്രുവായി നിരത്തുമ്പോഴും നിന്റെ വിശുദ്ധിക്ക് കളങ്കം വരാതെ വണ്ണം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ വണ്ണം, നിന്റെ വിശുദ്ധ ജീവിതത്തിന് മാറ്റം വരാതെ വണ്ണം ഇന്ന് പകലൊന്ന് ഒഴിക്കപ്പെടാമോ? അവിടെയാണ് വിജയം. പൗലോസ് പറയുന്നത്, അവൻ എന്റെ ഉപനിധി, സ്തോത്രം, ആ ദിവസം വരെ കാക്കും. ഉറപ്പുണ്ടോ? ഇപ്പൊ പറയാമോ? ദുഷ്ടപിശാച, നീ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്ന ഏത് പ്രതിസന്ധിയും ഞാൻ അതിനെ അതിജീവിക്കും. ആ ദിവസം വരെ കാക്കുവാൻ ശക്തനായ ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. ആ ദിവസം വരെ കാക്കാൻ ശക്തനായ ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ട്. ആമേൻ. പറയാമോ പ്രിയ മക്കളെ? അവൻ എന്റെ ആ ദിവസം വരെ എന്ന് ഉറപ്പ്. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തികളും എന്റെ ശരീരത്തിലോ എന്റെ മനസ്സിലോ എന്റെ ഹൃദയത്തിലോ ബാധിക്കത്തില്ല. ഞാൻ അതിനെ ജയിക്കും. ഞാൻ നിത്യതയിലേക്ക് കയറും. ആമേൻ. ഒരുപാട് ശിഷ്യന്മാരുടെ ജീവിതത്തിലല്ല പ്രിയ മക്കളെ, യേശുവിന്റെ ജീവിതത്തില് സ്വന്തം വിഭാഗം യഹൂദന്മാർ അവനെ അംഗീകരിച്ചില്ല. പരീശന്മാരിൽ നിന്നും സദുക്യരിൽ നിന്നും മഹാപുരോഹിതന്മാരിൽ നിന്നും വലിയൊരു സംഖ്യ അവനെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. സ്വന്തം കുടുംബം അവനെ ദോഷത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. അവരവനിൽ വിശ്വസിച്ചില്ല. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം സ്തോത്രം അതിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചു. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം. അതിന്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചത് കൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സിലായിരുന്നു. എന്നാൽ ഇതിനകത്ത് ആർക്കെങ്കിലും വധഭീഷണി ഉണ്ടോ? വധഭീഷണിയുള്ള ആരെങ്കിലും ഉണ്ടോ? കൊന്നുകളയോന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശുവിന് ഉണ്ടായിരുന്നു. എവിടെ വെച്ച് കണ്ടെന്നാലും അവനെ എന്ത് ചെയ്യണം? അത്രയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ അതിൽ ചെറുതല്ലേ യേശുവിന്റെ സഞ്ചാരവും യേശുവിന്റെ യാത്രയും നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. എവിടെ വെച്ച് കണ്ടെന്നാലും അവനെ എന്ത് ചെയ്യണം? കൊന്നുകളയണം. മത്തായി സുവിശേഷം ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവന്റെ വാക്കുകൾ കേട്ട് അവർ വിസ്മയിച്ചു. നമ്മുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അവന്റെ വായിൽ ലാവണ്യ വാക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ പ്രസംഗം തീരുമ്പോൾ ഇവരെന്ത് ചെയ്യുക? അവനെ കൊണ്ടുപോകുക എവിടേക്ക്? ഒരു മലയുടെ മുകളിലേക്ക്. എന്തിനു വേണ്ടി? തള്ളിയിട്ട് കൊന്നുകളയാൻ. പ്രൈസ് ദി ലോർഡ്. അന്ന് അക്ഷരാർത്ഥത്തിൽ യേശുവിനെ കൊണ്ടുപോയി. ഇന്ന് ആത്മീകർത്ഥത്തിൽ നിന്റെ അകത്തളത്തിൽ വളരുന്ന ക്രിസ്തുവിനെ തള്ളിയിട്ട് കൊല്ലുവാൻ, നിന്റെ അകത്തളത്തിൽ ജനിച്ചിരിക്കുന്ന യേശുവിനെ ഏത് വിധേനെ കൊന്നുകളയുവാൻ ശത്രുവായവൻ അനുദിനവും ശ്രമിക്കുന്നുണ്ട്. ഇന്ന് പകല് നീ അത് തിരിച്ചറിയണം. അവനെ നീ സൂക്ഷിക്കണം, അവനെ നീ കരുതണം, അവനെ നീ പരിപാലിക്കണം. ഇതിനോടാണ് ലോകത്തിന്റെ പോരാട്ടം. ഈ ക്രിസ്തുവിനെ എന്ത് ചെയ്യരുത്? വളർത്തരുത്, ഇവനെ കൊല്ലണം. അപ്പൊ യേശു സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം വധഭീഷണി ഉണ്ടായിരുന്നു. അവനെ എന്ത് ചെയ്യണം? കൊന്നുകളയണം. അതിന്റെ ശേഷം വായിച്ചോ. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയയിലേക്ക് പോകാം. ഇത് എവിടെ വെച്ച് സംസാരിക്കുക? യേശുവിന്റെ വീട്ടിൽ സഹോദരന്മാരുണ്ട്. അവര് പറയുന്നത്, സ്തോത്രം, നീ പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഇവിടം വിട്ടൊന്ന് പോ. പെരുന്നാൾ നടക്കുകയാ, അവിടെ ചെല്ല്. അടുത്തത്
പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. സ്വന്തം ജാതി അവനിൽ വിശ്വസിച്ചില്ല, സ്വന്തം പട്ടണം അവനിൽ വിശ്വസിച്ചില്ല, സ്വന്തം സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല. ആമേൻ, ആമേൻ. സ്വന്തം ആ കാലഘട്ടത്തിലുള്ള പാരമ്പര്യ സഭകൾ, സദുക്യ വിഭാഗം, എരിവുകാര്, ആമേ, പരീക്ഷ വിഭാഗം, പൗരോഹിത്യ വിഭാഗം യേശുവിനെ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല, അംഗീകരിച്ചില്ല. ആമേ, കർത്താവ് സുല്ല് പറഞ്ഞ് പോയില്ല. ആമേ, സ്തോത്രം. ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ആമേ, ഞാൻ നിനക്കൊക്കെ വേണ്ടിയാണ് ഈ കഷ്ടം അനുഭവിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിനക്കൊക്കെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് കർത്താവ് മാറിയില്ല. പ്രിയ മക്കളെ, അവൻ നിന്നു ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് അന്ത്യം വരെ കടന്നു പോകുവാൻ തക്ക വിധം ഉറപ്പും ധൈര്യത്തോടും കൂടെ അവൻ നിന്നു. ആമേ, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. അടുത്ത വാക്യം യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലെന്ന്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ സമയം ഇതുവരെ ആയിട്ടില്ല. സമയം അവിടെ നിന്ന് കേൾക്കും, അവിടെ നിന്ന് കാഹളം ധരിക്കും. അപ്പോഴാണ് നമ്മുടെ സമയം. ഇവിടെ വെച്ച് വല്ലതും പറഞ്ഞുകൊണ്ട് നിന്റെ നിത്യതയെ നഷ്ടപ്പെടുത്തി കളയുവാൻ ശത്രുവായും ശ്രമിക്കുമ്പോൾ ഇന്ന് പകലിൽ ഒരുക്കപ്പെടുക. ദുഷ്ടപിശാചേ, എന്റെ നിത്യത നിന്നെ കൊണ്ട് തടുക്കാൻ പറ്റത്തില്ല. ആമേൻ. എന്റെ അകത്തളത്തിൽ ആത്മാവിന്റെ വലിയൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട് പ്രിയ മക്കളെ. ആമേശ്വരം, ആമേശ്വരം, ഹല്ലേലൂയ. നിന്നെ കൊണ്ടുപോകാം, നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാൻ പ്രാപ്തനായ ഒരു പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്റെ നടുവിലുണ്ട്. നിന്നെ കൈവിട്ട് കളയുന്നവനല്ല, നിന്നെ വഴികൾ തള്ളിയിടുന്നവനല്ല, അന്ത്യം വരെ നടത്താൻ ശക്തനാ. ആമേൻ, ഹല്ലേലൂയ. എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം കേട്ടാലും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ലക്ഷ്യം എവിടെയാ? സ്വർഗരാജ്യമാ, സ്വർഗരാജ്യമാ. വിടേണ്ടതെല്ലാം വിട്ടുകളഞ്ഞ, ആമേശത കളയേണ്ടതെല്ലാം വിട്ടുകളഞ്ഞ, ചിലതിനെല്ലാം കാതടച്ച്, ചിലതെല്ലാം കണ്ണുകെട്ടി ഈ ദിവസങ്ങളെ ആത്മാവിന് ഒരുക്കപ്പെട്ടു നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിക്കാനിടയായി തീരും. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ആമേൻ. ഏത് സമയത്ത് അങ്ങനെ ചിന്ത ഉണ്ടാകണം. ഹല്ലേലൂയ. യേശുവിന് ഭൂതമുണ്ട്. ആമേ, ഇവൻ വിളിച്ച് വേർതിരിച്ചവരാ, അല്ലെങ്കിൽ സൗഖ്യം കൊടുത്തവരാ. അവരൊക്കെ അവനെ വിട്ടു. സ്വന്തം കുടുംബം, സഹോദരന്മാർ അവനിൽ എന്ത് ചെയ്യില്ല? വിശ്വസിച്ചില്ല. ഈ ആമേശ്വരം യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അതിന്റെ 63 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. യോഹന്നാൻ 66-ാം വാക്യം വായിച്ചു. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. 66-ാം വാക്യം വായിച്ചു. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. ആരൊക്കെ പോയി? കുടുംബക്കാര് പോയി, ദേശക്കാര് പോയി, സ്വന്തക്കാര് പോയി, ആമേ, ശിഷ്യന്മാരും പോയി. നമ്മളാണെങ്കിൽ നമ്മുടെ തീരുമാനം എന്തായിരിക്കും? നമ്മുടെ നിലവാരം എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ആമേ. ഞാൻ പറയുന്നത്, പൗലോസ് ആ വാക്യത്തിലേക്ക് നമ്മൾ വന്നില്ല, എടുത്തൊന്ന് വായിച്ചു. അമ്മസ്വത പൗലോസ് പറഞ്ഞു, എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് ആരുടെ സപ്പോർട്ട് കൊണ്ടായിരിക്കരുത് പ്രിയമക്കളെ നിത്യതയിലേക്ക് കയറിപ്പോകാൻ ആഗ്രഹിക്കുന്നത്. ആമേ, നടത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആമേ, അവിടെയാ പൗലോസ് ഉറക്കുന്നത്, അവൻ എന്റെ ആ ദിവസം വരെ കാക്കുവാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് ദൈവ മക്കൾക്കുണ്ടാകണം. സർപ്പം ഹവ്വായി ഉപായത്തെ ചതിച്ചതുപോലെ ചതിക്കപ്പെടരുത്. കേട്ടോ പ്രിയമക്കളെ? അമ്മേ, വല്ലതിന് കാത് വെച്ചു കൊടുത്തേക്കരുത്, വല്ലതിന് ഹൃദയം കൈമാറിയേക്കരുത്. അമ്മേ, സ്വതം നിന്റെ നോട്ട ക്രിസ്തുവിലേക്ക്. ഹല്ലേലൂയ. ഇവിടെ അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോടുകൂടെ യേശുവിനെ ചെന്ന് വിളിച്ചോ, എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഞാൻ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാം, പോകരുത്, പിടിച്ചോ. എടാ, വചനത്തിന് വേണ്ടി നിൽക്കുന്നതിനെ ആമേ നേട്. ഹല്ലേലൂയ. ആമേ, സ്വതം. അവരുടെ പുറകെ 70 എണ്ണം പോയി. എത്ര എണ്ണോ? 70 എണ്ണം. ബാക്കി ശേഷിച്ചു എത്ര എണ്ണം? അതിലൊരെണ്ണം പോയി. ബാക്കി ശേഷിച്ചു 11 എണ്ണം. പ്രൈസലോ. 70 എണ്ണം അടങ്ങി വന്നിട്ട് യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. സാത്താൻ മിന്നൽ പോലെ, അല്ലെങ്കിൽ സാത്താൻ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. യേശു പറഞ്ഞു, ആമേ, സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു? കാണുന്നു. ആമേ, ഇവരുടെ കൈവെപ്പിനാൽ ആമേ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. ആരുടെ കൈനാൽ? ശിഷ്യന്മാരുടെ. ഇവരാണ് പിന്നത്തേതിൽ എന്ത് ചെയ്തത്? പിന്മാറിപ്പോയത്.
പിന്മാറിപ്പോകുന്ന പലരും ഉണ്ടാകും പ്രിയ മക്കളെ. ആമേശ്വത ഉറച്ചു നിന്നുകൊണ്ട് വീര്യം പ്രവർത്തിക്കുന്നവരിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ നോട്ടം. ഹല്ലേലൂയ. വിശ്വസ്തന്മാരെ അവൻ തിരയുകയാണ്, ഭക്തന്മാരെ അവൻ അന്വേഷിക്കുകയാണ്. അവൻ 2025 അവസാനം വരുമ്പോൾ പല വാർത്തകളും നിങ്ങളുടെ കാതുകൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, 2025 അവസാനം വരുമ്പോൾ അവൻ നിലനിൽക്കുന്ന പല അഭിഷിക്തന്മാരും വീണുപോയെന്ന്, നിലനിന്നിരുന്ന പല വിശ്വാസികളും പിന്മാറിപ്പോയെന്ന് ഒക്കെയും കേൾക്കാം. ആമേശ്വരം ആരെല്ലാം മാറിപ്പോയാലും, ആമ എന്തെല്ലാം സംഭവിച്ചെന്നാലും ആമേശ്വരം നടത്താൻ കഴിവുള്ളൊരുത്തൻ അവൻ നിന്റെ ഹൃദയം വെച്ചു കൊടുക്കുന്നതെങ്കിൽ കൂടെ ഇരുന്ന് അത്ഭുതം ചെയ്യുമെന്ന് ഇന്ന് പകൽ ഞാൻ പിന്നെയും പറയുകയാണ്. ആമേൻ. നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. അവന്റെ ശിഷ്യന്മാർ പിന്നെ എന്ത് ചെയ്തില്ല? സത്യം അറിഞ്ഞവരാണെന്നേ. സത്യം അറിയുന്നതിന് വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ പറ്റത്തില്ല. ചിലതൊക്കെ പോവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യൂദ യേശുവിനോട് കൂടെ നടന്നു. അവസാന സമയത്ത് യൂദക്ക് കർത്താവിനെ മേശ കൊടുക്കുന്ന സമയത്ത്, പെസഹ കൊടുക്കുന്ന സമയത്ത് യേശു തടുത്തോ? യേശുവിന് തടുക്കാമായിരുന്നില്ലേ? എടാ യൂദേ, നീ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് 100% എനിക്കറിയാം. നീ ഇത് കഴിച്ച സാത്താൻ നിന്റെ അകത്ത് കയറുമെന്ന് എനിക്കറിയാം. കഴിക്കല്ലേ മോനെ? തടുത്തോ? ഇല്ല. ഈ കർത്താവിൻ്റെ മേശ നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയാണ് കേട്ടോ. എന്ത് കാര്യമാണെന്നറിയാമോ? ഇനി സംഭവിക്കാനിരിക്കുന്നൊരു കാര്യം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ ഇവിടെ നിന്ന് ആമേ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ പാർക്കുന്ന നാം തേജസ്സുമേൽ തേജസ്കരണം പ്രാപിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവിന്റെ മേശ. കേട്ടോ പ്രിയമക്കളെ, കർത്താവിന്റെ മേശ തേജസ്സുമേൽ തേജസ്കരണം. ഇത് ഓരോരുത്തരും വ്യക്തിപരമായുള്ള ജീവിതത്തിലാണ്. നിങ്ങൾ എത്ര പേര് എടുക്കുന്നുണ്ട്, നിങ്ങളെ എടുക്കാത്തതെന്ന് ഞാൻ അന്വേഷിക്കത്തില്ല കേട്ടോ. ചിലപ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങൾ ചർച്ചിലേക്ക് കടന്നു വരുമ്പോൾ എന്തെങ്കിലും രീതിയിൽ അസാരസം കുടുംബത്തിനകത്തളത്തിൽ ഭാര്യയോടോ മക്കളോടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. വചനം പറയുന്നു, തന്നെത്താൻ ഞാൻ എന്നെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ ചെയ്ത നല്ലതാ. കേട്ടോ പ്രിയമക്കളെ, നിങ്ങളെ ശോധന ചെയ്യാൻ എനിക്ക് പ്രമാണമില്ല. ആമേശ്വതം എന്നെ ശോധന ചെയ്യാനും നിങ്ങൾക്കും പ്രമാണമില്ല. ആമേശ്വതം ശോധന ചെയ്യാതിരുന്നാൽ റിസൾട്ട് വരും. ആമേശ്വതം ഒരുപക്ഷെ ദൈവസ്ഥലിലേക്ക് വന്ന് സൗഖ്യം പ്രാപിച്ച് പിന്നത്തേത് ജീവിതകാലം മുഴുവനും രോഗിയായി തീർന്ന് മരിച്ചു പോകുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇന്ന് അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം ഇന്ന് ദൈവസഭകൾ കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചർച്ചയിൽ ഇല്ലാത്തതിനായി നന്ദി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേശ്വതം ഒരുപാട് ലിസ്റ്റ് ചെയ്യാൻ നിരത്താം. ആമേശ്വതം ഇത് മറ്റൊന്നിനാൽ സംഭവിക്കുന്നതല്ല. നല്ലതുപോലെ നല്ല മനസാക്ഷിയോടെ കരം നീട്ടിയാൽ നല്ലതാ. ഇനി കരം നീട്ടാതിരുന്നാലോ പോകത്തൂല്ല. ആമേശ്വതം തേജസ്സും വചനം പറഞ്ഞു, ജീവൻ ഉണ്ടാകേണ്ടതിന്, ജീവൻ അധികമായി പ്രാപിക്കേണ്ടതിന്. ആമേശ്വതം ഈ ഒരു ശുശ്രൂഷയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് കാഹളം ധ്വനിക്കും. കണ്ണിമിക്കുന്ന നേരത്തിനുള്ളിൽ നീ ഇവിടുന്ന് പറന്നുയരണം. അതിനുള്ളൊരു ശക്തി, അതിനുള്ളൊരു ആംബിയർ യേശു എപ്രകാരം ഉയർത്തെഴുന്നേറ്റ് പോയോ അതുപോലെ നിന്റെ ജീവിതത്തിലും വ്യാപരിക്കേണ്ടതിനാ കർത്താവ് ഇത് തരുന്നത്. ആമേൻ. മനസ്സിലാക്കി കഴിച്ചോളണം, മനസ്സിലാക്കി ചെയ്തോളണം. അപ്പൊ യൂദയെ യേശു തടുത്തില്ല. എന്റെ പൊന്നുകുഞ്ഞെ, നീ അടുത്ത സമയത്ത് നിന്നിൽ സാത്താൻ കയറും, കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കിയില്ല. അവനും കൊടുത്തു, അവനും കഴിച്ചു. കഴിച്ചവൻ 2-ാം ദിവസം തൂങ്ങി മരിച്ചു. ആമേ. കഴിച്ചവൻ 2-ാമത്തെ ദിവസം തൂങ്ങിച്ചത്തു. ആമേശ്വരം അവന്റെ കയറ് പൊട്ടി താഴെ വീണ കുടലെല്ലാം തുറിച്ചുപോയി, അവൻ മരിച്ചുപോയി. കേട്ടോ പ്രിയമക്കളെ, വീടാന്തരം അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അപ്പം നുറുക്കലുണ്ടായിരുന്നു. ആമേശ്വരം പ്രാർത്ഥന കഴിക്കലുണ്ടായിരുന്നു. അപ്പം നുറുക്കി കഴിച്ച അനന്യാസ് സഫീരയും ഒരു ദിവസം ആലയത്തിൽ കിടന്നു മരിച്ചു. ആമേശ്വരം ഹല്ലേലൂയ. അപ്പം നുറുക്കി കഴിക്കാതിരുന്നവരല്ല. 3-ാം അധ്യായത്തിലും ആമേശ്വരം 4-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവര് പരമാർത്ഥ ഹൃദയത്തോടെ വീടുകൾ തോറും വീട്ടിൽ പ്രാർത്ഥന നടത്തി അപ്പം നുറുക്കിയും കടന്നുപോയെന്ന് വചനത്തിൽ വായിക്കുന്നു. 5-ാം അധ്യായത്തിലേക്ക് ഒരു ആലയത്തിൽ കിടന്ന് 2 എണ്ണം മരിച്ചു. നുറുക്കി തിന്നതുങ്ങളാ, നുറുക്കി കഴിച്ചതുങ്ങളാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇതെല്ലാം വചനത്തിൽ നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്.
നല്ല മനസ്സാക്ഷിയോടെ ഇതെല്ലാം ചെയ്തു പോയാൽ അനുഗ്രഹമാ. അതല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമ്മെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവനോട് കൂടെ സ്വർഗത്തിലെ ദൈവം ഇരിക്കും. പക്ഷേ അവനൊന്ന് ചിന്തിച്ചാൽ, അവനൊന്ന് പാപം ചെയ്ത്, അവനൊന്ന് ദോഷത്തിലേക്ക് കരം നീട്ടിയാൽ അവനെ തോറ്റുപോകും. അവനെ തോൽപ്പിച്ചു കളയും. സാത്താൻ അവനായി എഴുന്നേൽക്കും. കേട്ടോ, കർത്താവിന്റെ മേശ വളരെ വിശുദ്ധിയോടും വേർപാടോടും കൂടി കയറി വന്നതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആമേ സ്തോത്രം. അവനോട് കൂടെ നടന്ന് അപ്പം നുറുക്കിയും ആമേ ശുശ്രൂഷകളൊക്കെ ചെയ്ത പല വ്യക്തിത്വങ്ങളും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ആമേ. ദൈവത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല കേട്ടോ. പറഞ്ഞു തരും, ബോധവൽക്കരിക്കും. നമുക്ക് ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്. ആമേ സ്തോത്രം. കറക്റ്റായിട്ട് ചെയ്താൽ നന്മയാ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. നീ നിന്നെ തന്നെ ശോധന ചെയ്താൽ നല്ലതാ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഇടത്തും വലത്തും ഇരിക്കുന്നവനെ ശോധന ചെയ്യല്ലേ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ. അവൻ ദോഷം എൻ്റെ കണ്ണിന് മുമ്പിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു മദ്യഷാപ്പിൽ നിന്ന് ഇറങ്ങി വരികയോ അല്ലെങ്കിൽ കുടിച്ചു എന്ന് പറയുകയോ അല്ലെങ്കിൽ ദോഷം പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് അവൻ കരനീട്ടാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ ഞാൻ തടുക്കും. ആമേ സ്തോത്രം. അതല്ല, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന വിഷയത്തെ കാണാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് ആമേ സ്തോത്രം നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. ആമേ. കേട്ടോ പ്രിയമക്കളെ. ഹല്ലേലൂയ. ആമേ സ്തോത്രം. നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം അതിൽ നിന്ന് കരനീട്ടുവാൻ. ആമേ സ്തോത്രം. അവൻ അങ്ങനെ ചെയ്തു. ആമേ സ്തോത്രം. അവൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ദൈവസന്നിധിയിൽ അവൻ നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടാകാം, പ്രാപിച്ചിട്ടില്ലായിരിക്കാം. ആമേ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആമേ സ്വർഗത്തിലെ ദൈവം കാരണഭൂതൻ. അടുത്ത ദിവസങ്ങൾ റിസൾട്ട് വരും. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുവൈറ്റിലായിരിക്കുന്ന സമയത്ത് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് എടുക്കാനിടയായി തീർന്നു. ബലഹീനത. ആമേ സ്തോത്രം. ഈ കൊച്ച്, ഈ നദാൻ, അവൻ പൊക്കും ഒരു 5 കിലോ വെയിറ്റ്. ആമേ സ്തോത്രം. ഒരു 3 കിലോ വെയിറ്റ് അവൻ പൊക്കും. ആമേ. ബലഹീനത എന്ന് പറയുന്നത് ആമേ സ്തോത്രം 25 കിലോ പൊക്കി എടുക്കുന്നതോ നടക്കുന്നതോ അല്ല. ചില കാര്യങ്ങൾ തീരുമാനിക്കും, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ കണക്കൂട്ടും, അത് സംഭവിക്കത്തില്ല. ആമേ സ്തോത്രം. എവിടെയും ബലഹീനതകൾ, എവിടെയും ഒന്നിൽ തുടങ്ങിയാൽ ആമേ 100 വരെ എണ്ണി പറയുന്ന ആമേ ബലഹീനതകൾ. ആമേ സ്തോത്രം. ആമേ. ഒന്നും നടക്കത്തില്ല, എല്ലാം ഫെയിലായിരിക്കും. ആമേ. എന്തിനേറെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ 30 മിനിറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്ന ബലഹീനത 5 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോരും. ഒന്ന് കൈയടിച്ച് ആരാധിക്കാൻ വേണ്ടി കരമനങ്ങത്തില്ലെന്നേ. കരത്തിനൊരു കുഴപ്പമില്ല. ആമേ. കൈക്കൊരു കുഴപ്പമില്ല, ഷോൾഡറിന് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ പറ്റുന്നില്ല. എന്താ സംഭവം? ബലഹീനതയാ പല പല കാര്യങ്ങളിലും. ഇതെല്ലാം ആമേ സ്വതം നമുക്ക് വിവേചിച്ചറിയാൻ കഴിയും പ്രിയമക്കളെ. നമ്മൾ കരുതുന്ന ബലഹീനത എന്ന് പറയുമ്പോൾ അയ്യോ എനിക്കിപ്പോൾ 10 കിലോ വെയിറ്റ് എടുത്ത് നടക്കാൻ പറ്റുന്നില്ല. ആമേ സ്തോത്രം. അതും വരാം. ആമേ സ്തോത്രം. എല്ലാ തലത്തിലും ബാധിക്കും. ആമേ സ്തോത്രം. മടങ്ങിക്കൊള്ളണം. അപ്പോൾ അവനോട് കൂടെ പിന്നത്തേതിൽ അവൻ്റെ ശിഷ്യന്മാരെന്ത് ചെയ്തില്ല? നടന്നില്ല. നമ്മൾ ആമേ തൊട്ടുവിട്ട വാക്യത്തിലേക്കൊന്ന് വന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. ആമേ സ്തോത്രം. 2 തിമോത്തി ആമേ സ്തോത്രം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. പൗലോസിനോട് കൂടെ ആരുണ്ടായിരുന്നു? ദൈവം. ആരും തുണ നിന്നില്ല പ്രിയമക്കൾ. ആരും കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ദൗത്യം പൂർത്തീകരിക്കാതെ പോയില്ല. ആമേ. ഇവിടെ പറയുന്നത് ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. 10-ാം വാക്യം ഒന്ന് വായിച്ചേ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് ചിലരൊക്കെ പോകും. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. എന്ത് സ്നേഹമാ? ലോക സ്നേഹം. അവന്റെ അകത്ത് കയറി. ആത്മാവിൽ ആരാധിച്ചവനാ, ഒരുമിച്ച് നടന്ന് ദൈവവേല ചെയ്തവനാ, വിട്ടുപോയി. പലരും ഒരു നീണ്ട ലിസ്റ്റ് അവയെ പൗലോസ് കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവരെല്ലാം വിട്ടുവെച്ചു പോയി. 16-ാം വാക്യം പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്. ആമേ. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് എന്ത് ചെയ്തില്ല?
ഇന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, കുടുംബത്തിന്റെ അകത്തളത്തിലായിക്കൊള്ളട്ടെ, ദേശത്തിലോ ജോലി സ്ഥലത്തോ, ഏതു സാഹചര്യത്തിലും ഈ കർത്താവിനെ കണ്ടുമുട്ടതിന് ശേഷം ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ദൈവ പൈതലേ, ഇന്ന് നിനക്കുള്ള ബലത്തിലുള്ള വചനമാണ്. നിന്നെയാണ് സ്വർഗത്തിലെ ദൈവം കാണുന്നത്. നിനക്ക് തന്നിരിക്കുന്ന വചനമാണ്. നിലനിൽക്കുക. കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും. ഒരിക്കലും അവൻ കൈവിട്ട് കളയുന്ന ദൈവമല്ല. ഒരിക്കലും കൈവിട്ട് കളയത്തില്ല. ഉറച്ചിരിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സമയം നമ്മുടെ മധ്യത്തിലില്ല. അതുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. സ്തോത്രം. അതുകൊണ്ട് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം എന്നെ വിട്ട് വഷളായി പോകുമോ എന്ന് എന്ത് ചെയ്യുക? ഭയപ്പെടുക. ആര്? പൗലോസ് അപ്പോസ്തലൻ. സ്തോത്രം. അങ്ങനെ ഒരു ഇടം നമ്മളുടെ ഹൃദയത്തിൽ കൊടുക്കരുത്. ഇന്ന് പകലിൽ ഉറച്ചിരിക്കട്ടെ, ബലത്തോടിരിക്കട്ടെ. കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. നിഷ്കളങ്ക, നിർമ്മലതയുള്ള നല്ലൊരു കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം മുതൽ പറയുന്നത്. എന്നാൽ താൻ ഭയപ്പെടുകയാ. നിർമ്മലതയെ വിട്ട്, ഏകാഗ്രതയെ വിട്ട് സ്തോത്രം, നിങ്ങൾ സ്തോത്രം പിന്മാറി പോകുമോ, വഷളായി പോകുമോ എന്ന് കരുതിക്കൊണ്ട് ഭാരപ്പെടുകയാ. വിളിച്ചവൻ വിശ്വസ്തന, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാ. എന്നോടുകൂടെ എൻ്റെ മക്കളെ ആരും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. എൻ്റെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെയും അപ്പോസ്തലന്മാരും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അന്ന് സഭയെ ഉപദ്രവിച്ചവനാണ്. അന്ന് സഭയെ ദോഷത്തിലേക്ക് നടത്തിയവനാണ്. ഞാൻ ചെയ്ത പഴയ തെറ്റുകൾ പറഞ്ഞുകൊണ്ട് എന്നെ വീണ്ടും വേദനിപ്പിച്ചൊരു ചരിത്രമുണ്ടായിരുന്നു. 3.5 വർഷത്തിന് ശേഷമാണ് അപ്പോസ്തലന്മാരുമായിട്ട് എനിക്ക് മുഖപരിചയം ഉണ്ടായത് തന്നെ. സ്തോത്രം. എങ്കിലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ മാറിയില്ല. ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആധുനിക ലോകത്തിൽ പല വാർത്തകളും ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ കാതുകളിൽ പതിയാം. പലരെ കുറിച്ച് നിങ്ങൾ നല്ലതല്ലാത്ത വാർത്തകൾ കേൾക്കാം. എന്നാലും നിനക്കൊരു ലക്ഷ്യമുണ്ട്. സ്വന്തക്കാര് കൈവിട്ടാട്ടും ബന്ധക്കാര് കൈവിട്ടിട്ടും ചാർച്ചക്കാർ തള്ളിക്കളഞ്ഞിട്ടും യേശു അവന്റെ ദൗത്യത്തിലേക്ക് കാലെടുത്തു വെച്ചു. അവൻ പറഞ്ഞു, എന്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല. യേശു അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അതുപോലെ സാത്താൻ ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിനകത്തളത്തിലും പല പ്രതിസന്ധികൾ കൊണ്ടുവന്നിട്ട് നിന്നെ അതിൽ നിന്ന് ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിച്ചെന്നിരിക്കാം. നീ ആരുടെയും വാക്ക് കേട്ട് ഒരു ചതിയിലും പെട്ടുപോകരുത്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിന്റെ ഹൃദയം വഷളായി പോകരുത്. നിനക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പൻ ഇരിക്കുന്നിടത്ത് ഇരിക്കണം. അപ്പൻ പോയ സ്ഥലത്തേക്ക് പോകണം. ആ രാജ്യത്തിലേക്ക് പോകാനാ അവൻ വിളിച്ചിരിക്കുന്നത്. എന്തും സംഭവിക്കട്ടെ, ഞൊടി നേരത്തേക്കുള്ള ലഘുവായിട്ടുള്ള കഷ്ടം സാരമില്ലെന്നെണ്ണ. അതിനകത്ത് ഒരുപാട് ദോഷപ്രവർത്തികൾ ശത്രു കടത്തിവിട്ടെന്നിരിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക വ്യതകൾ, ഏഷിണി, ദൂഷണം, ഹല്ലേലൂയ, ഭിന്നത, ഇടർച്ച പലതും ഉണ്ടാകാം. എന്നാൽ യേശു നിന്നോട് കൂടെ ഇരിക്കും. കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും. പലരും പിൻവാങ്ങിപ്പോയെന്നിരിക്കാം. എന്നാൽ നിനക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് കർത്താവ് നിന്നെ കരം പിടിച്ച് നടത്തുകയാണ്. പരിശുദ്ധ പിതാവേ, തലകളെ മണക്കിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാർ അനുഭവിച്ച, യേശു അനുഭവിച്ച അതേ കഷ്ടങ്ങൾ വലുതല്ലെങ്കിലും ഇന്നത്തെ ബുദ്ധിക്ക് സ്തോത്രം തിരിച്ചറിയാൻ പറ്റുന്ന തലത്തിൽ പല മക്കളും ഇതിനകത്ത് കടന്നു പോകുന്നുണ്ട്. അവരെ ബലപ്പെടുത്തണം കർത്താവേ, ശക്തിപ്പെടുത്തണം. ആരുടെയും വാക്കിന്റെ മധ്യത്തിൽ ആരും തളരാനോ ക്ഷീണിക്കാനോ ദൈവം അനുവദിക്കരുത്. ആരെല്ലാം എന്തെല്ലാം എങ്ങനെയെല്ലാം പ്രവർത്തിച്ചെന്നാൽ അപ്പന്റെ രാജ്യത്തിൽ എനിക്ക് പോകണം, എന്റെ വാസസ്ഥലത്ത് എനിക്ക് കയറണം. അങ്ങനെയുള്ളൊരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ,